ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ജീവശാസ്ത്രത്തിലെ പുതിയ SCERTയുടെ സ്റ്റാൻഡേർഡ് 9 ലെസൺ 2 എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ജീവൽ പ്രക്രിയകളിലേക്ക് 9ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്ററിലെ ബയോളജിയിലെ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ലെസൺ എന്ത് ചെയ്തു, ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. നമ്മൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗത്തേക്ക് എന്താണ് സോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എളുപ്പം പഠിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ലെസണൊക്കെ ഇരുന്ന് വായിച്ച് പഠിച്ചതൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഭാഗമാണോ എവിടെയാണോ വരുന്നത് ആ ഭാഗങ്ങൾ കറക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഒരു ഭാഗം പോലും, ഒരു വരികൾ പോലും വിടാതെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ലെസൺസ് നമ്മൾ എടുത്തു തരുന്നത്. അപ്പൊ ഇന്ന് ദഹനവും പോഷക സംവഹനവും ഇങ്ങനെ 2ാമത്തെ ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്ര പെട്ടെന്ന് തന്നെ പുതിയ SCERT ഇത്രയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് സത്യം എനിക്ക് പോലും ഇത്രയും എന്താ പറയാ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതാ തിരിച്ച് ഒന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ, കാരണം സോഷ്യൽ സയൻസ് അല്ലേ, സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിലും ജോഗ്രഫിയും ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും വേൾഡ് ഹിസ്റ്ററി എല്ലാം അല്ലേ, വേൾഡ് ജോഗ്രഫി അടക്കം വരുന്നതാണ് ഇത് സോഷ്യൽ സയൻസ് എന്ന് വരുന്ന ഭാഗം. നമ്മൾ അതിൽ 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ വീണ്ടും 9ാം ക്ലാസ്സിൽ എന്ത് ചെയ്തു, സയൻസിലേക്ക് കടന്നു അല്ലേ. സോഷ്യൽ സയൻസ് എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആക്കി ഇപ്പൊ സയൻസിലേക്ക് കടന്നു. ബയോളജി 1ാമത്തെ ലെസൺ കഴിഞ്ഞു, 2ാമത്തെ ലെസൺ കഴിഞ്ഞു അല്ലേ. നാളെ ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യും, 9ാം ക്ലാസ്സിലെ ബയോളജിയും കഴിയും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, 7ാം ക്ലാസ്സിലെ ബയോളജി എടുക്കാം. പിന്നെ 5ാം ക്ലാസ്സിൽ 7ാം ക്ലാസ് 5ാം ക്ലാസ് പറയുമ്പോൾ അവിടെ കോമൺ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ അവിടെ ഒരിക്കലും സെക്ഷൻ തിരിച്ചിട്ടല്ല കിടക്കുന്നത്, ഒന്നായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് 5, 7 എന്ത് ചെയ്യാം, അതോടുകൂടി കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിന്റെ ഉള്ളത് കൊണ്ട് എന്താണ്, സപ്പോർട്ട് നല്ല കുറവാണ്. എന്നാലും നമുക്ക് നമ്മളെ പ്രതീക്ഷിച്ചിട്ടിരിക്കുന്ന കുറെ കൂട്ടുകാരുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും പനിയും കോൾഡും ഒക്കെ വന്ന സമയത്തൊന്നും ഞാൻ അതൊന്നും കാര്യമാക്കാതെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഇനി വരെ കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞു. പുതിയ SCERTയിൽ നിന്ന് നമ്മുടെ LD അടക്കം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ നല്ലൊരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യാൻ പഴയ SCERTയും പുതിയ SCERTയും ഒക്കെ അരച്ച് കലക്കി അങ്ങോട്ട് എന്ത് ചെയ്യുക, ബ്രെയിനിലേക്ക് അങ്ങോട്ട് കയറ്റണം കേട്ടോ. നന്നായിട്ട് പഠിക്കണം. ഇന്ന് നമ്മൾക്ക് ദഹനവും പോഷക സംവഹനവും ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ലെസൺസിന്റെ പ്രത്യേകത കണ്ടോ, ആ ഓരോ ലെസണിന്റെ ഫ്രണ്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ ചാപ്റ്ററിൽ എന്താണ് ഇൻക്ലൂഡ്, എന്താണ് ഇതിൽ പഠിക്കാൻ, അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് വന്നിട്ട് ദഹന വ്യവസ്ഥ കണോ, ദഹന വ്യവസ്ഥയെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതേപോലെ ദഹനം എന്താണ്, പോഷക ആഗിരണം എന്താണ്, വില്ലസിന്റെ ഘടന എന്താണ്, രക്തത്തിന്റെ ഘടന എന്താണ്, എന്താണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് എന്തൊക്കെ ചെയ്യണം, സസ്യങ്ങളിലെ സംവഹനം, സൈലം ഫ്ലോയം എന്നിവയൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് സസ്യങ്ങളിലെ സംവഹനം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് ഉൾപ്പെട്ടതാണ് എന്ത് പറഞ്ഞ ഹൃദയത്തെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. റൈറ്റ് കാണുന്ന ബെൽ ബട്ടൺ കൂടിയിട്ട് ഇനേബിൾ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ ഫാമിലി അല്ലേ, നമ്മളൊരു ഫാമിലി അല്ലേ. അപ്പൊ നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് എവിടെയാണ്, ടെലിഗ്രാം ഗ്രൂപ്പാണ്. അപ്പൊ അതിലേക്ക് കൂടിയിട്ട് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാട്ടോ. താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടൊന്ന് പോകണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ നമുക്ക് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ചെയ്യാൻ കഴിയാത്ത അത്രമാത്രമേ ഉള്ളൂ പ്രാർത്ഥന. അപ്പൊ നമുക്ക് ഇതില് ഇതുണ്ടോ, നിങ്ങൾക്ക് എടുത്തെടുത്ത് ഞാൻ തരുന്നുണ്ട്. അല്ലാതെ ഇരുന്ന് ലെസൺ വായിക്കുന്ന പരിപാടി നമ്മളില്ല. കാരണം നമുക്കത് എന്താണ്, അതൊരു മടുപ്പുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ സമീകൃത ആഹാരത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണ് സമീകൃത ആഹാരം? സമീകൃത ആഹാരം എന്താണ് നോക്കൂ, ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ എന്തൊക്കെ വേണം, നാരുകൾ ഉൾപ്പെടണം അല്ലേ. നമ്മുടെ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ വേണം, നാരുകൾ വേണം, ജലം വേണം, എന്നിവയ്ക്ക് പുറമെ കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, കൊഴുപ്പ് വേണം, ധാതുക്കൾ വേണം, വിറ്റമിൻ വേണം. ഇതൊക്കെ ചേർന്നതാണ് എന്ത്, പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പോഷക ഘടകങ്ങൾ എന്നതിൽ ഏതൊക്കെ കൊടുക്കണം, നാരുകൾ കൊടുക്കണം, ജലം കൊടുക്കണം, കാർബോഹൈഡ്രേറ്റ് കൊടുക്കണം, പ്രോട്ടീൻ കൊടുക്കണം, കൊഴുപ്പ് കൊടുക്കണം, ധാതുക്കൾ കൊടുക്കണം, വിറ്റമിൻ കൊടുക്കണം. ഇതൊക്കെ എന്താണ്, പോഷക ഘടകങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഒന്നിനോട് കൂടാൻ പാടില്ല അല്ലെ. അതിനൊക്കെ ഒരു ശരിയായിട്ടുള്ള ഒരു റേഷ്യോ ഉണ്ട്. അപ്പൊ ആ ഒരു അനുപാതത്തിൽ എന്ത് ചെയ്യണം, ഇത്രയും ഭക്ഷണ സാധനങ്ങൾ, പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിയേ പറ്റൂ. അപ്പൊ അതിനെ പറയുന്നതാണ് എന്ത്, ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ, സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇനി ഈ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, ഒന്ന് വായിച്ചു നോക്ക്, ഒന്ന് വീഡിയോ പോസ് ചെയ്യേ,
വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം, മനസ്സിലേക്ക് കയറ്റ്, ബ്രെയിനിലേക്ക് കയറ്റുക. ഇനി എന്താണ് ഒരു ഫുഡ് പ്ലേറ്റ് അല്ലെ? നമ്മളപ്പോ ഡയറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് എക്സസൈസിന് പോകുന്നവരും ഒക്കെ അവർക്ക് എന്താണ് ഒരു ഫുഡ് പ്ലേറ്റ് കൊടുക്കും അല്ലെ? അതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലെ? അപ്പൊ നോക്കൂ, ഒരു ഫുഡ് പ്ലേറ്റ് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നോക്കിക്കേ, എന്തൊക്കെയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യോ. ഇതേപോലെ നല്ല രീതിയിൽ ഭക്ഷണം ഡയറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബോഡി നോക്കണതും ഫിറ്റ്നസ് ചെയ്യുന്നതും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ താഴെ ഇന്നത് ചെയ്താൽ മതി എന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഈ PSC പഠനം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. നമ്മളിത് ഇങ്ങനെ ഇരിക്കില്ല, ഇരിക്കുക പഠിക്കുക. നമ്മുടെ ഹെൽത്തിന് നമ്മൾ നോക്കുന്നില്ല. 3 നേരം നമ്മൾ കഴിക്കാനാവുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോകണു, അതാ വീണ്ടും പഠിക്കണം. വീട്ടിലിരുന്ന് പഠിക്കുന്നവരുടെ കാര്യം പറയാനിട്ട്, അല്ലാത്തവരുടെ കാര്യമല്ല. വർക്ക് ചെയ്തിട്ട് പഠിക്കുന്ന ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. സോറി, അങ്ങനെ പറഞ്ഞവരോട് സോറി. വീട്ടിലിരുന്ന് പഠിക്കുന്ന നമ്മുടെ ഹെൽത്ത് നോക്കില്ല. നമ്മളിതും വെറുതെ എന്തെങ്കിലും പോയി 3 നേരം ഭക്ഷണം കഴിക്കാൻ കുറച്ച് വെള്ളം കുടിക്കുന്നില്ലാണ്ട് നമ്മൾ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല. ലാസ്റ്റ് എന്താകുന്നുള്ളത് അവസ്ഥ അറിയില്ല. അവിടെയൊക്കെയാണ് നമ്മുടെ ഫാൾട്ടുകൾ വരുന്നത്. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നറിയോ? കുറച്ച് ഉഷാറാകേണ്ട സമയത്തൊക്കെ നമുക്ക് എവിടെയാണ് സന്തോഷം കിട്ടുന്നത്? ഇനിയിപ്പോ ഒരു ഫംഗ്ഷന് പോയാലാണ് നമ്മൾ അവിടെ എല്ലാവരുടെയും കാണുമ്പോൾ നമ്മളൊന്ന് ഓക്കെ ആകാൻ നമ്മളൊന്ന് പോയേ തന്നെ പറ്റുള്ളൂ. അതൊക്കെ ഒഴിവാക്കിയിട്ട് പഠനം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിന്, എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മള് എന്താ പറയാ, ഇപ്പൊ ഒരു ഉത്സവം നടക്കണു, നാളെ എന്താണ് 2 മാസം കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷയാണ് പറഞ്ഞിട്ട് ഇന്ന് ഉത്സവം കാണാൻ പോകാണ്ടിരിക്കാൻ പറ്റുമോ? നമുക്ക് കിട്ടുന്ന സന്തോഷം തന്നെയാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിലിരുന്നിട്ട് തലനെയൊക്കെ പുണ്ണാക്കിയിട്ട് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. സന്തോഷവും എന്നൊക്കെ എന്ത് ചെയ്യണം, ഒപ്പം കൊണ്ടുപോകണം. എന്നിട്ട് പഠിക്കുക കേട്ടോ. നോക്കിക്കേ, ഇവിടെ എന്താണ് ഒരു ഫുഡ് പ്ലേറ്റ് പറയുന്നത്? വളർച്ചാ ഘട്ടത്തിലുള്ളവർ സമീകൃത ആഹാരം കഴിക്കേണ്ടത് അനിവാര്യമാണ് അല്ലെ? പച്ചക്കറികള്, പഴങ്ങള്, ധാന്യങ്ങള്, പാലുൽപ്പന്നങ്ങള്, പയറുവർഗ്ഗങ്ങള്, മാംസം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. അതൊക്കെ കൊണ്ട് ചെയ്യണം, ഉൾപ്പെടുത്തണം. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം വിറ്റമിനുകള്, ധാതുക്കള്, മറ്റു പോഷക ഘടകങ്ങള്, നാരുകൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലെ? ആരോഗ്യകരമായ ജീവിതത്തിന് എന്ത് വേണം? ഒരു ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പ സഹായകമാണ്. തോന്നിയ പോലെ കഴിക്കാൻ പാടില്ല. കുറച്ച് കണ്ടോ, ഫ്രൂട്ട്സുകള്, മാംസങ്ങള് കണ്ടോ, അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മളെല്ലാം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു നിശ്ചിത അനുപാതത്തിൽ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഫുഡ് പ്ലേറ്റ് തയ്യാറാക്കണം. ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം എന്തായിരിക്കണം? പഴങ്ങളായിരിക്കണം. പിന്നെയോ പച്ചക്കറികള് ഒരു പകുതി. ഓക്കെ, ഇപ്പൊ 100% എടുക്കുമ്പോ അതിൽ 50% എന്തായിരിക്കണം? അതിന്റെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആയിരിക്കണം. ബാക്കി 25% എന്തായിരിക്കണം? കാൽഭാഗം ധാന്യങ്ങളായിരിക്കണം. ബാക്കി എന്താണ്? ധാന്യങ്ങളായിരിക്കണം. ബാക്കിയുള്ള 25% എന്തായിരിക്കണം? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം. എന്താണ്? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമായിരിക്കണം. പഠിച്ചല്ലോ. അപ്പൊ എങ്ങനെയാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചോദിച്ചാലോ, നാളെ ഒരു എക്സാമിന് ചോദിച്ചാലോ, ഫുഡ് പ്ലേറ്റ് എങ്ങനെയായിരിക്കണം? 50% വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, 25% ധാന്യങ്ങള്, 25% പ്രോട്ടീൻ ആണ് കേട്ടോ. അങ്ങനെ ഭക്ഷണങ്ങളും 1 ഗ്ലാസ് പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതുമാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. 1 ഗ്ലാസ് എന്ത് ചെയ്യണം? മിൽക്കും വേണം കേട്ടോ. ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇന്ന് കുട്ടികളെ കൂടി വരുന്നുണ്ട് അല്ലെ? ഇത്തരം ഭക്ഷണങ്ങളിൽ കലോറി കൂടുതലും പോഷക മൂല്യം കുറവുമാണ്. കലോറി കൂടുതലാണ്. കലോറി കൂടുമ്പോൾ എന്താണ്? ഓവർ ഫാറ്റുകളും ഇതൊക്കെ വരില്ലേ? നമുക്ക് അതിൻ്റെതായിട്ടുള്ള എനർജി ഒന്നും നമുക്ക് കിട്ടില്ല. പിന്നീട് അസുഖങ്ങളിലേക്ക് പോകും. ഇത് പോഷകക്കുറവിന് കാരണമാകുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കുട്ടികളിൽ സർവ്വസാധാരണമാണ് അല്ലെ? രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നില്ല, കോളേജിൽ ഓടണമെന്ന് പറയുന്നു. അതോ നമുക്കൊരു ലൈവ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ ഭക്ഷണം കഴിക്കാതെ ലൈവ് ക്ലാസ് കണ്ടിരിക്കണം. അതോ ആ ചത്ത വസ്ത്രം നമ്മുടെ വല്ല കാര്യം ഉണ്ടോ ലൈവ് കണ്ടിട്ട്? ഇല്ല. ഇത് ക്ഷീണം, ഉറക്കം, തൂങ്ങൽ, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് ശരിയായ ഭക്ഷണ രീതി കുട്ടികൾ എന്ത് ചെയ്യണം? ശീലമാക്കണം. കുട്ടികൾ മാത്രമല്ലേ, നമുക്കും പറ്റും. ഇനി ഏകകോശ ജീവിയായ, ഇവിടെ നോക്കിക്കേ, ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, ബഹുകോശ ജീവിക്ക് ഉദാഹരണമാണ് ഹൈഡ്ര കേട്ടോ. അവയിൽ എങ്ങനെയാണ് പോഷണ പ്രക്രിയകൾ നോക്കാം. അപ്പൊ പഠിച്ചോ, ഏകകോശ ജീവിയിൽ വരുന്നതാണ് ഇത് അമീബ, ബഹുകോശ ജീവിയിൽ വരുന്നത് ഏതാണ്? ഹൈഡ്ര കേട്ടോ. ഹൈഡ്ര. ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കൂ, ഇതെന്താണ്? അമീബയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതെന്താണ്? ഹൈഡ്രയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അമീബയിൽ നോക്കൂ, അമീബ ആഹാര വസ്തുവിനടുത്ത് കണ്ടോ, അമീബ എന്താണ്? ആഹാര വസ്തുവിനടുത്ത് കണ്ടോ. ഇതിന്റെ പിക്ചർ വൈസ് നിങ്ങൾ നോക്കി പോണം കേട്ടോ. കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാരത്തെ എന്ത് ചെയ്യുന്നു? കോശത്തിനുള്ളിലാക്കുന്നു അല്ലെ? അമീബ എന്താണ്ടോ, ഇവിടെ അമീബയുണ്ട്, അത് ആഹാര വസ്തുവിനടുത്ത് നിൽക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നു? കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ട് ആഹാരത്തെ എന്ത് ചെയ്യാണ്? കണ്ടോ, കപടപാദം ഉപയോഗിച്ചത് ആഹാരം ഇവിടെ എവിടെ എത്തി? കോശത്തിനുള്ളിലേക്ക് ആക്കുന്നു. ആഹാരം
ഫുഡ് വാക്യൂളിനുള്ളിൽ കണ്ടോ, ഇവിടെ ഈ റൗണ്ട് ഒരു ഇത് കണ്ടോ, ഒരു ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു, ആഹാരം ഫുഡ് വാക്യൂളിനുള്ളിൽ എത്തുന്നു. അങ്ങനെ എൻസൈമുകൾ എന്ത് ചെയ്യണം, ആഹാരത്തെ ദഹിപ്പിക്കുകയാണ്. എൻസൈമുകൾ എന്ത് ചെയ്യുന്നു, ആഹാരത്തെ ദഹിപ്പിക്കുന്നു. ഇവിടെ കോശാന്തരിക ദഹനം എന്നാണ് അതിനെ പറയാ കേട്ടോ. എൻസൈമുകൾ ആഹാരത്തെ ദഹിപ്പിക്കുന്നതിന് എന്ത് പറയുന്നു, കോശാന്തരിക ദഹനം എന്ന് പറയുന്നു. പിന്നീട് അവശിഷ്ടങ്ങൾ കോശോപരിതലത്തിലൂടെ പുറന്തള്ളുന്നു. കണ്ടോ, അവശിഷ്ടങ്ങൾ എന്ത് ചെയ്തു, കോശത്തിന്റെ ഉപരിതലത്തിലൂടെ പുറന്തള്ളുന്നു. ഇങ്ങനെയാണ് ഏകകോശ ജീവിയായിട്ടുള്ള അമീബയിൽ നടത്തുന്ന പോഷണ പ്രക്രിയ. ഇനി ഹൈഡ്രയിലാകുമ്പോൾ, ബഹുകോശ ജീവിയായിട്ടുള്ള ഹൈഡ്രയിലോ നോക്കിക്കേ, ഹൈഡ്രയുടെ പിക്ചർ നോക്കിക്കേ. ഹൈഡ്ര ഇതങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ വരിക, അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ഇവിടെ ആഹാരത്തെ അമീബ എങ്ങനെയാണ്, കപടപാദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹൈഡ്ര ടെന്റിക്കിൾ, ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ല കേട്ടോ സത്യം, ഞാൻ ഈ പുതിയ ലെസണിലാണ് കേൾക്കുന്നത്. ഹൈഡ്ര ടെന്റിക്കിളുകളുടെ സഹായത്താൽ ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലേക്ക് ആക്കുകയും ശരീര അറയിൽ എത്തിക്കുകയും ചെയ്യുന്നു. എന്തുപയോഗിച്ചിട്ടാണ് ഹൈഡ്ര, ടെന്റിക്കിൾ. മറക്കരുതേ, ടെന്റിക്കിൾ. റിവിഷൻ വേണം കേട്ടോ, നല്ല രീതിയിൽ റിവിഷൻ വേണേ. ഇന്നൊരു ലെസൺ ഇന്ന് എടുത്തു പഠിച്ചു കൊണ്ടിട്ട് പോയിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി എന്താണ് ഇവിടെ, ടെന്റിക്കിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണു, ആ വൈരിയനെ മരവിപ്പിച്ചിട്ട് വായിന്റെ ഉള്ളിലേക്ക് ശരീര അറയിൽ എത്തിക്കുന്നു. അങ്ങനെ ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ എന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ എന്ത് ചെയ്യും, ശരീരത്തിന്റെ അറയിൽ വെച്ചിട്ട് ദഹനം ആരംഭിക്കുന്നു. എന്താണ്, കോശബാഹ്യത, ആ ഭാഗം എന്ത് പറയുന്നു, കോശബാഹ്യ ദഹനം എന്ന് പറയുന്നു. ഇനി കോശത്തിനുള്ളിൽ എത്തുന്ന ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു, ദഹിപ്പിക്കുന്നു. ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, കോശ ബാഹ്യ ദഹനത്തിലാണ്. പക്ഷെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണ്, കോശാന്തരിക ദഹനത്തിൽ വെച്ചിട്ടാണ്. നമ്മൾ അമീബയിലും പറഞ്ഞു അല്ലെ, ആഹാരത്തെ ദഹിപ്പിക്കുന്നത് എവിടെയാണ്, കോശാന്തരിക ദഹനത്തിലാണ്. അതേപോലെ തന്നെ ഹൈഡ്രയിലും പൂർണ്ണമായും ആഹാരം ദഹിപ്പിക്കുന്നത് ആര് ദഹിപ്പിക്കും, എൻസൈമുകൾ അല്ലെ, അത് കോശാന്തരിക ദഹനത്തിൽ തന്നെയാണ്. അങ്ങനെ അവശിഷ്ടങ്ങൾ വായിലൂടെ പുറന്തള്ളുന്നു. ഇത് പഠിച്ചു. അപ്പൊ ഇവിടെ ഡിഫറൻസ് എന്താന്ന് പറയോ, ഇവിടെ പഠിക്കാനുള്ളത്, ഇവിടെ നിങ്ങൾ ഒന്ന് പഠിക്കുക, കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കോശത്തിനുള്ളിൽ എത്തിക്കുന്നത്. എന്നാൽ ഹൈഡ്ര എന്താണ്, ടെന്റിക്കിളുകളുടെ സഹായത്താലാണ് ചെയ്യുന്നത്. ഇത് രണ്ടെണ്ണം പഠിക്കാം. അതേപോലെ അമീബയിൽ എന്താണ്, കോശാന്തരിക ദഹനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഹൈഡ്രയിൽ അങ്ങനെയല്ല, കോശബാഹ്യ ദഹനവും ഉണ്ട്, കോശാന്തരിക ദഹനവും ഉണ്ട്. ഓക്കെ, അപ്പൊ കോശബാഹ്യ ദഹനം കൂടി ഉൾപ്പെടുന്നതാണ് ഏത്, ഹൈഡ്ര എന്ന് പറയുന്നത്. അപ്പൊ അമീബയില് കോശാന്തരിക ദഹനം മാത്രമേ ഉള്ളൂ, ഹൈഡ്രയിൽ അങ്ങനെ ബഹുകോശ ജീവിയല്ലേ ഹൈഡ്ര. അപ്പൊ രണ്ടെണ്ണം ഉണ്ടെന്ന് ഹൈഡ്രയിലാണെന്നുള്ളത് ചിന്തിക്കുക കേട്ടോ. കോശബാഹ്യ ദഹനവും ഉണ്ട്, കോശാന്തരിക ദഹനവും ഉണ്ട്. ഇനി എങ്ങനെയാണ് ഒരു ദഹനം, എങ്ങനെയാണ് ഡൈജഷൻ നോക്കിക്കേ. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായിട്ട് ലഘു ഘടകങ്ങളാക്കണം അല്ലെ. നമ്മൾ കുറെ ആഹാരങ്ങൾ കഴിക്കും, അതാ ചോറ് കഴിക്കുന്നു, കുറച്ച് കറി കഴിക്കുന്നു, കുറച്ച് ചിക്കൻ അങ്ങോട്ട് കയറ്റുന്നു, കുറച്ച് അത് അപ്പത്ത് ഓംപ്ലേറ്റ് കഴിക്കുന്നു. ഇതിനെയൊക്കെ അങ്ങോട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഇതാക്കാൻ പറ്റുമോ, പറ്റില്ല അല്ലെ. അതിനെ ലഘു ഘടകങ്ങളാക്കണം അല്ലെ. ദഹിക്കുന്ന സമയത്ത് നോക്കിക്കേ, യാന്ത്രിക ദഹനം. എങ്ങനെയാണ് മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുക, ആഹാരത്തെ ചെറു കണികകളാക്കിയിട്ട് മാറ്റണം അല്ലെ, എന്നാലല്ലേ ദഹനം നടക്കുകയുള്ളൂ. അത് അങ്ങനെ ഒന്നായിട്ട് നമ്മൾ ചിലപ്പോൾ സ്പീഡിൽ കഴിച്ച ചിലപ്പോൾ അടുത്ത ടോപ്പിക്ക് പഠിക്കട്ടെ, വേഗം കഴിക്കട്ടെ, അതാ 2-3 ഇഡ്ഡലി എടുത്ത് വേഗം അങ്ങോട്ട് പകുതിയാക്കി എടുത്ത് കഴിക്കും. അങ്ങനെ അങ്ങോട്ട് ദഹിക്കോ ഇല്ല അല്ലെ. ആഹാരത്തെ എന്ത് ചെയ്യണം, ചെറു കണികകളാക്കി മാറ്റുന്നു. എങ്ങനെ, പല്ലുകൾ ആഹാരത്തെ ചവച്ചരിക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ ദഹനം നല്ല രീതിയിൽ പൂർത്തിയാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമാണ് അത് ആമാശയത്തിൽ എത്തുമ്പോഴും ചെറുകുടലിൽ എത്തുമ്പോഴും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയും മാത്രമേ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ദഹനങ്ങൾ സാധ്യമാകുക. അപ്പൊ ചെറു കണികകളാക്കി മാറ്റണം. ആദ്യം ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുക പറഞ്ഞാൽ എന്താണ്, കുറച്ചായിട്ട് നമ്മൾ ആഹാരം എടുത്ത് കഴിക്കണം പറയില്ലേ, അങ്ങനെ ആക്കണം. എന്നിട്ട് പല്ലുകൾ എന്ത് ചെയ്യും, ആഹാരത്തെ ചവച്ചരിക്കണം അല്ലേ. എന്നിട്ട് ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളൊക്കെ എന്ത് ചെയ്യും, സങ്കോചിക്കും. അങ്ങനെയാണ് യാന്ത്രിക ദഹനം സാധ്യമാകുന്നത്. ഇനി രാസിക ദഹനം, കെമിക്കൽ ഡൈജഷൻ എങ്ങനെയായിരിക്കും, ദഹനരസങ്ങളിലെ എൻസൈമുകളിൽ നമുക്ക് ദഹനരസങ്ങളിൽ എന്തുണ്ടാകും, എൻസൈം ഉണ്ടാകും. ആമാശയത്തിലെ എൻസൈം ഇല്ലേ, ഉമിനീരിലെ എൻസൈം ഇല്ലേ, നമ്മൾ നല്ല പഠിച്ചില്ലേ, ഉമിനീരിലെ എൻസൈം ഒക്കെ പഠിച്ചില്ലേ.
അങ്ങനെ ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളായിട്ട് മാറുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ദഹനം നടക്കുന്നത്. ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായിട്ടുള്ള, അതായത് വലിയ വലിയ പോഷക ഘടകങ്ങൾ എന്ത് ചെയ്യണം, ആഗിരണത്തിന് യോഗ്യമായ രീതിയിൽ എന്ത് ചെയ്യണം, ലഘു ഘടകങ്ങളാക്കിയിട്ടാണ് രാസിക ദഹനം നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ദഹനം, എന്താണ് യാന്ത്രിക ദഹനം, എന്താണ് രാസിക ദഹനം എന്ന് പറയുന്നത്? ഞാൻ എന്തെങ്കിലും സാധാരണ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യന് ആൻസർ താഴെ കമന്റ് ചെയ്യൂട്ടോ എന്ന് പറയുന്നത്. ഒരാളെങ്കിലും താഴെ ആൻസർ കമന്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ്, ഓർമ്മയില്ലാണ്ടാണോ, നിങ്ങൾക്ക് അത് അറിയാണ്ടാണോ, അത് ഇന്നലെ പഠിച്ചത് അത് അവിടെ മറന്നു വെച്ചോ, അത് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ഓർമ്മയിലേ വരുന്നത്. എനിക്ക് ആൻസർ അറിയാണ്ടല്ല നിങ്ങളോട് ടൈപ്പ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്കത് ഒരിക്കൽ നിങ്ങൾ ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും. ഞാൻ ഇന്ന ക്ലാസ്സിൽ അല്ലേ എന്താണ് നമ്മുടെ മിസ്സിന്റെ ക്ലാസ്സിൽ ഞാൻ അത് കണ്ടതാണ്, ഞാൻ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താണെന്ന് ഓർമ്മ വരും നിങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്തേ. ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണെന്നുണ്ട്, അതൊന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് അയവിറക്കൽ അല്ലെ? അയവിറക്കൽ നമ്മളിങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ കളിച്ചു അവൾ അങ്ങനെ അയവർത്തുകൊണ്ടിരിക്കുകയെന്ന് പറയില്ല. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഞാനൊക്കെ ഇരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പറയുന്നതിൽ ഒരു വിഷയവും ഇല്ല കേട്ടോ. നമ്മുടെ കാര്യങ്ങൾ എന്താണ് ഉള്ളോടോ, എന്താണ്, ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, ഒന്നും അവിടെ മറച്ചു വെക്കുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഇരിക്കും. എന്താണെന്നറിയോ, ഈ പുല്ലിന്റെ തലപ്പ് നമ്മളിങ്ങനെ വലിക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പിന്തായിട്ട് നല്ല രസം ഇങ്ങനെ കടിക്കും, സോഫ്റ്റ് ആയിട്ട് അതിങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു. അപ്പൊ കൂട്ടുകാരൊക്കെ പറയേ എന്താണ് അയവർത്തുകൊണ്ടിരിക്കുകയാണ് അവള് എന്ന് പറയാം. ശരിയാണ് അല്ലെ? അപ്പൊ ഇവിടെ അയവർക്കൽ എങ്ങനെയാണ്, പശുവിന്റെ അയവർക്കൽ നോക്കിക്കേ. ഈ പശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടെങ്കിലേ ഒന്ന് പോയിട്ട് ഒന്ന് പുറത്തിറങ്ങി നോക്കിയത് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കിയോ, അതിന്റെ വായു എപ്പോഴെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് എപ്പോഴും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കില്ല. തൊഴുത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിലും പുല്ല് അവിടെ വൈക്കോലില്ലെങ്കിലും ശരി, അതൊക്കെ കഴിച്ചിട്ട് അവിടെ കിടക്കുകയാണെങ്കിലും ശരി, അതെന്തെങ്കിലും അയവർത്തുകൊണ്ടിരിക്കണം. എന്താണെന്നറിയോ, നോക്കിക്കേ. നമുക്ക് വിശ്രമിക്കുമ്പോഴും പശുക്കൾ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യാറില്ല അല്ലെ? അങ്ങനെയില്ല. ഇവിടെ ആമാശയത്തിന് എന്തുണ്ട്, 4 അറകളുണ്ട്. പശുവിന്റെ ആമാശയത്തിന് എത്രയാണ്, 4. പഠിച്ചോ? അടുത്ത എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ബാക്കി 99 മാർക്ക് മതി, ഇവിടെ 1 മാർക്കായി. ആമാശയത്തിന്, അതായത് പശുവിന്റെ ആമാശയത്തിന് എത്ര അറകളാണ്, 4 അറകളാണ്. ഏതൊക്കെയാണ് 4 അറകളെ പഠിച്ചോ? 1 റൂമൻ, 2 റെറ്റിക്കുലം, 3 ഒമാസം, 4 അബോമാസം. നിങ്ങൾക്ക് ഇത് മുൻപ് പഠിച്ചിട്ടുണ്ടോ? ഈ SCRT ഇല്ലാതെ മുൻപൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ PSCക്ക് വേണ്ടിയിട്ട് ഒന്ന് താഴെ കമന്റ് ചെയ്യും. ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഈ പുതിയ SCRT വായിച്ച് മനസ്സിലാക്കിയൊക്കെ നോട്ടൊക്കെ ആക്കിയപ്പോഴാണ് ഇപ്പൊ മനസ്സിലാക്കിയത്. അപ്പൊ 4 അറകളാണ് പശുവിന്റെ. ഏതൊക്കെയാണ്, റൂമൻ, റെറ്റിക്കുലം. റാ വരുന്ന 2 നോക്കിക്കേ. ഒന്ന് പരീക്ഷാ കാലം ഓർമ്മ കിട്ടാനാണ് കേട്ടോ. റൂമൻ, റെറ്റിക്കുലം 2. സം വരുന്ന 2 കേട്ടോ. റൂമൻ, റെറ്റിക്കുലം, സം വരുന്ന 2. ഒമാസം, അബോമാസം. ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമിസെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ എന്ത് ചെയ്യും, വിഘടിപ്പിക്കും. സെല്ലുലോസിനെയും ഹെമിസെല്ലുലോസ് മുതലായ ഘടകങ്ങളെ ഏത് എൻസൈമുകളാണ് വിഘടിപ്പിക്കുന്നത്? റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള എൻസൈമുകൾ എന്ത് ചെയ്യും, വിഘടിപ്പിക്കും. റൂമനിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ വായിലെത്തി വീണ്ടും ചവച്ചരക്കപ്പെടുന്നതോടെ ദഹന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുന്നു. കണ്ടോ, ഇവിടെ പിക്ചർ കൊടുത്തിട്ട് കണ്ടോ, റൂമൻ. എന്താണ് റൂമൻ? 4 അറകളാണ് അല്ലെ? പശുവിന്റെ നോക്കിക്കേ. 1 റൂമൻ, 2 എന്ത് പറഞ്ഞു, റെറ്റിക്കുലം. ഏത് ഭാഗത്താ കാണുന്നത് കണ്ടോ? അതേപോലെ ഓമാസം, 4 അബോമാസം കണ്ടോ? ഈ ഭാഗത്തുനിന്ന് അങ്ങനെ 4 എണ്ണമാണ് കേട്ടോ. റാ വരുന്ന 2, സം വരുന്ന 2. ഇനി നമ്മുടെ പല്ലിന്റെ ഘടന ഒന്ന് നോക്കാം. എന്താണ്ടോ പല്ലിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ദന്തമകുടം, ദന്തഗളം, ദന്തമൂലം. കുടം, ഗളം, മൂലം അല്ലെ? കുടം, ഗളം, മൂലം. ഇനി പല്ലിന്റെ ഘടന നോക്കാം. ഇനാമൽ, നമ്മൾക്ക് എപ്പോഴും എക്സാമിന് വരുന്നതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. പല്ലിന്റെ പുറം കവചമാണ്, അത് നിർജീവമാണ് കേട്ടോ. അത് പഠിച്ചോ. ഇനാമലിനെ കുറിച്ചിട്ട് ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത് വരുമ്പോൾ ചോദ്യം വരാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്, പല്ലിന്റെ പുറം കവചമാണ്. എന്താണ്? കണ്ടോ, ഇതാ ഈ ആരോമാർക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ? പല്ലിന്റെ പുറം കവചമാണ്. പിന്നെ എന്താണ്? നിർജീവമാണ് ഇത് കേട്ടോ, നിർജീവമാണ്. ഇനി ഡെന്റൈൻ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഇവിടെ നിർജീവമാണ്, ജീവനില്ലാത്തതാണ്. ഇനി ഡെന്റൈൻ എന്താണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഇത് ഡെന്റൈൻ എന്ന് പറയുന്നത്. ഇനി പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, പല്ലിന്റെ ഏറ്റവും
ഉള്ളിലുള്ള ഭാഗമാണ് ഏത് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. പൾപ്പിന്റെ മൃദുവായ യോജക കല എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന കല ഏതാണ്, യോജക കലയാണ്. കാണപ്പെടുന്നു രക്തക്കുഴലുകള്, നാഡികള്, ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. ചിലപ്പോ നാളെ ഒരു എക്സാമിന് വരും രക്തക്കുഴലുകൾ, നാഡികൾ, അത് വിട്. ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഓഡന്റോ പല്ലിനെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്, പല്ലിനെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്, താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്താണ്, ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്, പല്ലിന്റെ പൾപ്പ് ക്യാവിറ്റിയിലാണ്. ഇനി സിമന്റ്, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. കല്ലിനെ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ സിമന്റ് തേക്കണ്ടേ. അപ്പൊ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്താൻ എന്ത് വേണം, കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കലയായിട്ടുള്ള സിമന്റ് വേണം. സിമന്റത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്, കാൽസ്യമാണ്. കാൽസ്യം എന്താണ്, യോജക കലയാണ്. അപ്പൊ ഇനാമൽ പഠിച്ചു, ഡെന്റൈൻ പഠിച്ചു, പൾപ്പ് ക്യാവിറ്റി എന്താന്ന് മനസ്സിലാക്കി, സിമന്റ് മനസ്സിലാക്കി. ഇപ്പൊ ഞാനിത് വായിച്ച് നമ്മൾ അടുത്തേക്ക് പോകും അല്ലെ. അപ്പൊ നിങ്ങൾക്കും അഥവാ ബൈ ചാൻസ് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അപ്പൊ അവിടെ പോസ് ചെയ്യണം. അല്ലാണ്ട് വീഡിയോ കഴിയട്ടെ എന്നിട്ട് ഒന്നുകൂടി അങ്ങനെയല്ല കേട്ടാ. അപ്പൊ തന്നെ അങ്ങോട്ട് പോസ് ചെയ്യുക, എന്നിട്ട് അവിടെ ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം അടുത്തേക്ക് പോയാൽ മതി. ഇനി ആമാശയത്തിൽ നോക്കാം. ആമാശയത്തിലാണ് അല്ലെ പെരിസ്റ്റാൾസിസ് കാണപ്പെടുന്നത്. വലയപേശികളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്, ആമാശയത്തിലാണ്. ആമാശയപേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ആമാശയത്തിലെത്തുന്ന ഭക്ഷണങ്ങളെ കുഴമ്പ് രൂപത്തിലാക്കുന്നത് ആരാണ്, പെരിസ്റ്റാൾസിസ് ആണ്. ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നു. അപ്പോൾ നമ്മളിപ്പോ രാവിലെ ഭക്ഷണം കഴിച്ചു, അപ്പൊ രാവിലെ മോർണിംഗിൽ ഒരു 9 o'clock ഭക്ഷണം കഴിച്ചു വെക്കാം. നമുക്ക് 10 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുമോ, കഴിയില്ല. അതൊരു നിശ്ചിത സമയം ആഹാരം നമ്മുടെ അവിടെ ഉണ്ട്, ആമാശയത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, ഉച്ചയാകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഓടുന്നത് അല്ലേ. അപ്പൊ ആ നിശ്ചിത സമയം നമ്മുടെ ആമാശയത്തിൽ ആഹാരം നിലനിർത്തുന്നത് ആരാണ്, അത് വലയപേശികളാണ് കേട്ടോ. അപ്പൊ ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നത് പെരിസ്റ്റാൾസിസ് ആണ്. ഒരു നിശ്ചിത സമയം ആഹാരത്തെ ആമാശയത്തിൽ സൂക്ഷിക്കുന്നത് ആരാണ്, വലയപേശിയാണ്. ഇനി ചെറുകുടൽ നോക്കൂ, സ്മോൾ ഇൻറ്റസ്റ്റൈന്. ഇതില് നോക്കിക്കേ, ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തില് ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കണം അല്ലെ. നല്ല രീതിയിൽ ആഹാരം ചെറുകുടലിൽ നിന്നും ആമാശയത്തിലെ ശ്വാസനാളം വഴി അല്ലെ, ആമാശയത്തിലും ചെറുകുടലിലും വൻകുടലിലും ഒക്കെ നല്ല രീതിയിൽ സുഗമമായി പോകണല്ലേ. അത് സുഗമമായിട്ട് പോവാതിരിക്കുന്ന സമയത്താണ് അടച്ചിട്ടൊക്കെ മരിക്കപ്പെടുന്നത് ആ അവസ്ഥ വരുന്നില്ലേ. അങ്ങനെ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നത്, ആഹാരത്തെ ദഹനരസവുമായിട്ട് കലർത്തുന്നതിനും ഒക്കെ സഹായിക്കുന്നത് എന്താണ്, അതായത് ചെറുകുടലിൽ നടക്കുന്ന എന്താണ്, പെരിസ്റ്റാൾസിസും സെഗ്മെന്റേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണ്, പെരിസ്റ്റാൾസിസ് കണ്ടോ, പെരിസ്റ്റാൾസിസ് അതുപോലെ സെഗ്മെന്റേഷൻ പ്രവർത്തനങ്ങളുടെ വഴിയാണ് എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ ആഹാരങ്ങളുടെ സഞ്ചാരം സുഗമമായിട്ട് നടക്കുന്നത്. ഇനി നമ്മുടെ ഫേസ് തന്നിട്ടുണ്ട്. ഭക്ഷണം നമ്മൾ എങ്ങനെ കഴിക്കുന്നു, നാക്കിലൂടെ ആദ്യം എത്തുന്നു, ഭക്ഷണം എത്തുന്നു, പിന്നെ അണ്ണാക്കിലെ ചെറുനാക്ക്, ഗ്രസനി, എപ്പിഗ്ലോട്ടിസ്, അന്നനാളം, ശ്വാസനാളം കണ്ടോ. ഇങ്ങനെ നമ്മുടെ ഭക്ഷണ ക്രമീകരണമാണ്. നമുക്ക് നോക്കാം കേട്ടോ. നാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തിയിട്ട് ഉരുളകളാക്കുന്നു. എങ്ങനെയാണ്, നമ്മളിപ്പോ നമ്മുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു, അങ്ങനെ ആഹാരത്തെ എന്ത് ചെയ്യാണ്, അണ്ണാക്കിന്റെ സഹായത്തോടെ, എങ്ങനെയാണ്, അണ്ണാക്കിന്റെ സഹായത്തോടെ എന്ത് ചെയ്യണു, അമർത്തിയിട്ട് ഉരുളകളാക്കുന്നു. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗ്രഹ്വരത്തെ ചെറുനാക്ക് എന്ത് ചെയ്യും, അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭക്ഷണം അവിടെ എത്തുന്ന സ്ഥിതിയാണ്. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗ്രഹ്വരത്തെ ചെറുനാക്ക് എന്ത് ചെയ്യുന്നു, അടയ്ക്കുന്നു. നാക്കിന്റെ പിൻഭാഗം, മുൻഭാഗമല്ല, നാക്കിന്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ, ഏതിനു മുകളിലൂടെയാണ്, നാക്കിന്റെ പിൻഭാഗം എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പൊ നാളെ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വരികയാണ്, ആഹാരത്തെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നത് ആരാണ്, എപ്പിഗ്ലോട്ടിസിന്റെ മുകളിലൂടെയാണ് നാക്കിന്റെ പിൻഭാഗം കടത്തിവിടുന്നത്. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, അടയ്ക്കുന്നു. അങ്ങനെയാണ് നമുക്ക് നേരത്തെ ആഹാരത്തിന്റെ ക്രമീകരണങ്ങൾ പോണത് ആ ഒരു ഇത് പറഞ്ഞത്. ഇനി നമുക്ക് വായ എന്താണ്, അന്നനാളം എന്താണ്, ആമാശയം, ചെറുകുടല്,
കരള്, ലിവർ ഒക്കെ പിക്ചർ വൈസ് തന്നിട്ടുണ്ട്. പാൻക്രിയാസ്, വൻകുടല്. ഇത് നോക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ ഞാനിപ്പോ ലാപ്പിലായതുകൊണ്ട് ശരി, നമുക്ക് സ്ക്രീൻ ഇവിടെ വലുതായിട്ട് കാണാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇവിടുത്തെ ചിലപ്പോൾ ചെറുതായിട്ടേ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓരോ ഭാഗം വായിന്നെടുത്തിട്ട് ഇത് നമുക്ക് കാരണം കട്ട് ചെയ്തിട്ട് ഇവിടെ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം പിക്ചർ വൈസ് ഇവിടെ ഒറ്റ പേജിൽ തന്നിരിക്കില്ലേ, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഓരോ ഭാഗം ഇപ്പൊ വായി എടുക്കുന്ന സമയത്ത് ആ പാഠം പഠിക്കുമ്പോൾ ഒന്ന് സൂം ചെയ്തിട്ട് അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിന്റെ സഹായത്തോടെ, അയ്യോ നമുക്ക് എളുപ്പമായി അല്ലെ, കമന്റ് ചെയ്യാൻ. ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിന്റെ സഹായത്തോടെ അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നത്. അപ്പൊ വായിൽ എങ്ങനെയാണ് ഒരു ഭക്ഷണത്തിന്റെ എത്തുക, എങ്ങനെയാണ്, ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സലൈവറി അമിലേസിന്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെ അന്നജത്തിന്റെ ദഹനം എന്ത് ചെയ്യും, ആരംഭിക്കുന്നു. പെരിസ്റ്റാൾസിസ് ഇനി അന്നനാളത്തിൽ എത്തുന്നു അല്ലെ. അങ്ങനെ പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യാണ്, ആഹാരത്തെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നു. കുഴമ്പ് രൂപത്തിലാക്കിയാലല്ലേ ആമാശയത്തിൽ എത്താൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ അങ്ങനെ കഴിക്കുന്ന അങ്ങനെ പോകാൻ പറ്റുമോ, പറ്റില്ല. ഇനി ആമാശയത്തിൽ എത്തുമ്പോഴോ, ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തില് നമ്മുടെ വയറിലുള്ള ആസിഡ് ഏതാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. pH ക്രമീകരിക്കുന്നു. ഇതിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ദഹിപ്പിക്കുന്നു. പിന്നെ ലിപ്പേസുകൾ കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ഒരു ഭക്ഷണം പെരിസ്റ്റാൾസിസ് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ആമാശയത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ആമാശയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്ന് നോക്കൂലേ, എത്ര തരം പ്രവർത്തനങ്ങളാണ്. ആമാശയ രസത്തിലെ ആസിഡ് ഏതാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലേ. ആഹാരത്തിലെ രോഗാണുക്കളെ എന്ത് ചെയ്യുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുന്നു, ആഹാരത്തിലെ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കും. ആര്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്നിട്ട് pH ക്രമീകരിക്കുന്നു. ഇതിലെ എൻസൈമുകളായ ഏതാണ്, പെപ്സിൻ. പെപ്സിൻ എന്ത് ചെയ്യുന്നു, പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. അപ്പൊ ഏത് എൻസൈമാണ് പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത്, പെപ്സിൻ ആണ്. ലിപ്പേസുകൾ എന്ത് ചെയ്യും, കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. പ്രോട്ടീനുകളെ ഭാഗികമായിട്ട്, ഇവിടെ ശ്രദ്ധിക്കണം, പ്രോട്ടീൻ കേട്ടോ, പ്രോട്ടീനുമായി ബന്ധപ്പെട്ടതാണ് ഇത് പെപ്സിൻ. അപ്പോൾ എൻസൈമുകളായ പെപ്സിൻ എന്ത് ചെയ്യുന്നു, പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് പെപ്സിൻ എന്ത് ചെയ്യുന്നു, ദഹിപ്പിക്കുന്നു. പക്ഷെ ലിപ്പേസുകൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ലിപ്പേസ് എന്താ ചെയ്യുന്നത്, കൊഴുപ്പിനെയാണ് അല്ലെ. കൊഴുപ്പിന്റെ ലിപ്പേസ് എന്താണ്, കൊഴുപ്പിന്റെ ദഹനത്തെയാണ് സഹായിക്കുന്നത്. ശ്ലേഷ്മം എന്ത് ചെയ്യുന്നു, ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. ഇനി ചെറുകുടലിലെത്തുന്നു അല്ലെ. കരള്, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ. അപ്പൊ ആരൊക്കെയാണ് ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, കരളും പാൻക്രിയാസും. ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുന്നു. പ്രോട്ടീസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ലഘുപോഷക ഘടകങ്ങൾ ജലം, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ചെറുകുടലിലും എന്തുണ്ട്, നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. കരളും പാൻക്രിയാസും എന്ത് ചെയ്യുന്നു, ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏത്, ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ എന്ത് ചെയ്യുന്നു, ലഘു ഘടകങ്ങളാക്കിയിട്ട് മാറ്റുകയാണ്. ഏത് രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റുകളെ ലഘു ഘടകങ്ങളാക്കുന്നത്, ഗ്ലൂക്കോസ് രൂപത്തിലും ഫ്രക്ടോസ് രൂപത്തിലും ഗാലക്ടോസും രൂപത്തിലും ആക്കുന്നു. ഇനി പ്രോട്ടീസുകൾ എന്ത് ചെയ്യാണ്, പ്രോട്ടീനുകളെ എന്താക്കി മാറ്റുന്നു, അമിനോ ആസിഡുകളാക്കിയിട്ട് മാറ്റുന്നു. പിന്നെ ലഘു പോഷക ഘടകങ്ങളെ ജലം, വിറ്റമിനുകള്, ലഘു ധാതുക്കള് എന്നിവയുടെ ആഗിരണം മുഖ്യമായിട്ടും എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, ചെറുകുടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ലിവറിൽ നോക്കൂ, പിത്തരസം ഉൽപ്പാദിപ്പിച്ച്, കരള് പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു. കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസത്തിൽ എൻസൈമുകളില്ല, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ LD വന്ന ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ജില്ലയിൽ നടന്ന ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? പിത്തരസത്തിൽ എന്തില്ല, എൻസൈമുകളില്ല. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇനി പാൻക്രിയാസ് നോക്കൂ.
പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെ. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റ് അമിലേസ് അന്നജത്തെ ഭാഗികമായിട്ട് എന്ത് ചെയ്യുന്നു? ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ഇവിടെ എന്താണ്? ട്രിപ്സിൻ ആണ് പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത്. പാൻക്രിയാറ്റിക് അമിലേസ് എന്ത് ചെയ്യുന്നു? അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കിയിട്ട് മാറ്റുന്നു. ഫാറ്റി ആസിഡ് ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, പാൻക്രിയാറ്റിക് കണ്ടോ, ഇവിടെ പാൻക്രിയാറ്റിക് അമിലേസ്, ഇവിടെ ശ്രദ്ധിച്ചോ, പാൻക്രിയാറ്റിക് അമിലേസ് ആണ് എന്ത് ചെയ്യുന്നത്? അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നത്. ട്രിപ്സിൻ എന്ത് ചെയ്യുന്നു? പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ എന്ത് ചെയ്യുന്നു? കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ചിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഇനി വൻകുടലിൽ എത്തുമ്പോഴോ ദഹന വിധേയമാകാത്ത ആഹാര പദാർത്ഥങ്ങൾ എവിടെ എത്തുന്നു? അപ്പം മുഴുവനായിട്ട് ദഹിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിലാണ്. ഇനി ദഹനത്തിന് വിധേയമായിട്ടില്ലെങ്കിൽ അവ എവിടെ എത്തും? വൻകുടലില് എത്തും. അവ ശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ ഏതൊക്കെയാണ് നോക്കൂ. വിറ്റമിൻ കെ, ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് വൻകുടലിൽ എത്തുന്ന ചില ബാക്ടീരിയകളെ ഏതൊക്കെയാണ് വൈറ്റമിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? വൈറ്റമിൻ കെയും ബി കോംപ്ലക്സും. വൈറ്റമിൻ കെ ശ്രദ്ധിച്ചോ, വൈറ്റമിൻ കെ, പിന്നെ ബി കോംപ്ലക്സ് ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു വൻകുടൽ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്കിലും നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിരുത്തിയിട്ട് ഒന്ന് വായിച്ചു നോക്കണം. പിന്നെ നിങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്താൽ മാത്രമേ ഓർമ്മ കിട്ടുള്ളൂ. അല്ലാതെ പുതിയ SCRT കംപ്ലീറ്റ് ആക്കിയത് നമുക്ക് സ്വയം പറയാൻ മാത്രമേ പറ്റുള്ളൂ. മാർക്കുകളാക്കിയിട്ട് മാറ്റാനായിട്ട് കഴിയില്ല. നന്നായിട്ട് റിവിഷൻ ചെയ്തോ. മനുഷ്യനിൽ പൂർണ്ണമായും കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത്. കോശ ആന്തരിക ദഹനമല്ല, ബാഹ്യദഹനമാണ് മനുഷ്യനെ പൂർണ്ണമായി നടക്കുന്നത്. ചെറുകുടലിൽ വെച്ച് ദഹനം പൂർണ്ണമാവുകയും ലഘുഘടകങ്ങളുടെ ആകിരണം മുഖ്യമായും നടക്കുകയും ചെയ്യുന്നു. അപ്പൊ ചെറുകുടലിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദഹനം പൂർണ്ണമാകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദഹനം പൂർണ്ണമാകുന്നത് എവിടെ? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ലഘുഘടകങ്ങളുടെ ആകിരണം മുഖ്യമായി നടക്കുന്നതും എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഇനി എങ്ങനെയാണ് ലഘുപോഷകങ്ങളെ ഘടകങ്ങളുടെ ആകിരണം നടക്കുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു സങ്കീർണ പോഷക ഘടകങ്ങളെ ലഘു പോഷക ഘടകങ്ങളാക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആകിരണം നടക്കുള്ളൂ അല്ലെ. ഇനി എങ്ങനെ നോക്കുക? 6 മീറ്ററോളം നീളം. എത്രയാണ്? 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും. എങ്ങനെയാണ്? 2.5 സെന്റിമീറ്റർ വ്യാസമുള്ളതും നീണ്ട ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ കേട്ടോ. അപ്പൊ ചെറുകുടലിന്റെ രൂപം എങ്ങനെയാണ്? 6 മീറ്ററോളം നീളം. ഓക്കെ, എത്രയാണ്? 6 മീറ്ററോളം നീളം. ചെറുകുടലിനാണോ നീളം കൂടുതൽ, വൻകുടലിനാണോ നീളം കൂടുതൽ? താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. താഴെ ഒന്ന് കമന്റ് ചെയ്യണം. 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസം, 2.5 സെന്റിമീറ്റർ വ്യാസമുള്ളതും നീണ്ട ചുരുണ്ടതും അതുപോലെ പേശി നിർമ്മിതവുമാണ് ഇത് ചെറുകുടൽ എന്ന് പറയുന്നത്. ചെറുകുടലിന്റെ ആദ്യ ഭാഗം ഏതാണ്? പക്വാശയം. ഈ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ നിങ്ങള്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ. ചെറുകുടലിന്റെ ആദ്യ ഭാഗം എന്താണ്? പക്വാശയം. ഇനി ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആകിരണ പ്രക്രിയക്കും ഏറെ സഹായകമാണ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. അതായത് ചെറുകുടലിന്റെ ഉൾഭിത്തിയിൽ എന്താണ്? വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ആ ഭാഗത്തിനെ പറയുന്ന പേരെന്താണ്? വില്ലസുകൾ. അപ്പൊ വില്ലസുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ചെറുകുടലിലാണ്. ഇവ ചെറുകുടലിലെ ആകിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. വില്ലസിന്റെ ഘടന ആകിരണ പ്രക്രിയക്ക് കണ്ടോ എത്രമാത്രം അത് ഗുണം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയാണ് ചെറുകുടലില് ഒരു ആകിരണം, ലഘുപോഷകങ്ങളുടെ ആകിരണം നടക്കുന്നത് മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയാണ് ചെറുകുടലിന്റെ ആകൃതി? 6 മീറ്റർ നീളം, 2.5 സെന്റിമീറ്റർ വ്യാസം, പിന്നെ നീണ്ടിട്ടാണ്, ചുരുണ്ടതാണ്, പേശി നിർമ്മിതമാണ്. ഇത് ചെറുകുടലിന്റെ ആദ്യ ഭാഗം പക്വാശയമാണ്. പിന്നെ ഇതിന്റെ ഉൾഭിത്തിയില് വിരൽ പോലുള്ള ഭാഗങ്ങളുണ്ട്. ആ വിരൽ പോലുള്ള ഭാഗത്തെ വില്ലസുകൾ എന്ന് പറയുന്നു. എന്താണ് ഈ വില്ലസുകൾ ചെയ്യുന്നത്? ചെറുകുടലിലെ ആകിരണത്തിന്റെ പ്രതല വിസ്തീർണം എന്ത് ചെയ്യുന്നു? അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു.
ഇനി ഈ വില്ലസുകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങള്, രക്തലോമികകള്, ലാക്റ്റിയകള്. കണ്ടോ, വില്ലസിന്റെ രൂപമാണ് തന്നിരിക്കുന്നത്. അതില് ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങളും രക്തലോമികകളും ലാക്റ്റിയകളും ഒക്കെ ഇതിലുണ്ട്, വില്ലസിലുണ്ട്. നമുക്ക് നോക്കാം. എന്താണ് ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങൾ? പോഷക ആഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലം. നമ്മുടെ ചെറുകുടലില് വില്ലസുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ചെറുകുടലിലാണ്. അപ്പൊ ഈ ചെറുകുടലിലെ വില്ലസില് ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങൾ ഉണ്ട്. ഇതിന്റെ ധർമ്മം എന്താണ്? പോഷകങ്ങളെ ആഗിരണം ചെയ്യുന്നതിനുള്ള പ്രാഥമിക പ്രതലമാണ് ഏത്? എപ്പിത്തീലിയൻ കോശം. ഇനി രക്തലോമികകളോ? ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികകളെ രൂപപ്പെടുത്തുന്നു. ലോമികകൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? സിരകൾ. നമ്മൾ പറയാറില്ലേ, സിരകള്, ധമനികള്, ലോമികകളൊക്കെ പഠിക്കാറുണ്ട് അല്ലെ? ലോമികകൾ കൂടി ചേർന്ന് സിരയായിട്ട് പുറത്തു പോകുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകളൊക്കെ ആഗിരണം ചെയ്യുന്നത് ഏതാണ്? ഈ രക്തലോമികകളാണ് കേട്ടോ. രക്തലോമികകളാണ് എന്ത് ചെയ്യുന്നത്? രക്തലോമികകൾ കൂടി ചേർന്നിട്ടാണ് എന്താകുന്നത്? സിരയായിട്ട് പുറത്തു പോകുന്നത് കേട്ടോ. അതുപോലെ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഗാലക്ടോസിനെയും അമിനോ ആസിഡുകളൊക്കെ എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യുന്നു. ഇനി ലാക്റ്റികൾ എന്താണ്? ലിംഫ് വാഹിയുടെ ശാഖയാണ്. ലിംഫ് വാഹിയുടെ ശാഖ ഏതെന്ന് ചോദിച്ചാൽ അത് ലാക്റ്റിയാണ്. ഇതിലെ ലിംഫിലേക്ക് മാറ്റി ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. അപ്പൊ ലിംഫുകളാണ് ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ആഗിരണം ചെയ്യുന്നത്. ലിംഫ് വാഹിയുടെ ശാഖയാണ് ഏത്? ലാക്റ്റിയ. അപ്പൊ ഈ ലാക്റ്റിയ ആണ് എന്ത് ചെയ്യുന്നത്? ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും എന്ത് ചെയ്യുന്നത്? ആഗിരണം ചെയ്യുന്നത്. രക്തലോമികകളാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഗാലക്ടോസിനെയും അമിനോ ആസിഡുകളെയും ഒക്കെ ആഗിരണം ചെയ്യുന്നത്. പഠിച്ചോ? വില്ലസിന്റെ രൂപം പഠിച്ചോ? ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങളാണ് പ്രാഥമിക പ്രതലം. എന്തിനുള്ള പ്രാഥമിക പ്രതലം? പോഷക ആഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലം. ഇനി രക്തലോമികകൾ എന്തൊക്കെയാണ് പറഞ്ഞോ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവയെ ആഗിരണം ചെയ്യുന്നത്. നിരവധി ലോമികകൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? സിരയായിട്ട് പുറത്തു പോകുന്നുണ്ട്. ലാക്റ്റിയ അത് ലിംഫ് വാഹിയുടെ ശാഖയാണ്. ലാക്റ്റിയ എന്ത് ചെയ്യുന്നു? ഫാറ്റി ആസിഡിനെയും ഗ്ലിസറിനോളിനെയും ഒക്കെ ആഗിരണം ചെയ്യുന്നു. ഇനി രക്തവും ലിംഫും നമുക്ക് നോക്കാം. രക്തത്തിലെ വിവിധ ഘടകങ്ങൾ നോക്കാട്ടോ. രക്തത്തില് ഒരു രക്തം പഠിച്ചോട്ടെ, നല്ലോണം പഠിച്ചോ. എപ്പോഴും രക്തത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ബയോളജി വിഭാഗത്തിൽ വരാറുണ്ട്. നമ്മുടെ രക്തത്തില് പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. ഓക്കെ, എത്രയാണ് നമ്മുടെ രക്തത്തില് പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. രക്തത്തിലെ രക്തകോശങ്ങളുടെ അളവ് എത്രയാണ്? 45%. ഓക്കെ, 45%. നമ്മുടെ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55, രക്തകോശത്തിന്റെ അളവ് 45. പ്ലാസ്മയിൽ എന്തൊക്കെ ഉണ്ടാകും? ജലം ഉണ്ടാകും, പ്രോട്ടീനുകൾ ഉണ്ടാകും. ഏതൊക്കെ പ്രോട്ടീനുകളാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, പിന്നെ മറ്റ് ഘടകങ്ങൾ. അപ്പൊ പ്ലാസ്മ, രക്തം, ബ്ലഡ് മനസ്സിൽ കണ്ടേ? ബ്ലഡ് ഒന്ന് മനസ്സിൽ കണ്ടേ? കുറച്ച് ബ്ലഡ് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിൽ കണ്ടോ? ഒരു കുപ്പിയിൽ നിറയെ ബ്ലഡ് ഉണ്ട്. കണ്ടോ? അതിലൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചേ. ഇതില് നിങ്ങൾ പറയണം 55% പ്ലാസ്മയുണ്ട്, 45% രക്തകോശമുണ്ട്. 55% പ്ലാസ്മയില് ജലമുണ്ട്, പ്രോട്ടീനുകളുണ്ട്. ആ പ്രോട്ടീൻ വിഭാഗത്തിൽ പെടുന്ന 3 ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, പിന്നെ കുറെ മറ്റ് ഘടകങ്ങളും ഉണ്ട്. പഠിച്ചോ? ഇനി 45% രക്തകോശങ്ങളുണ്ട്. അതൊക്കെയാണ് RBC, WBC, പ്ലേറ്റ്ലേറ്റ് അല്ലെ? ചുവന്ന രക്തകോശങ്ങള്, വെളുത്ത രക്തകോശങ്ങള്, പ്ലേറ്റ്ലേറ്റ് എന്ത് ചെയ്യുന്നു? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു. ഏത്? പ്ലേറ്റ്ലേറ്റ് എന്താണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു. ഇത് പഠിച്ചോ? രക്തത്തിൽ പഠിച്ചോ? രക്തം ഓക്കെ ആയോ? ഇനി ടിഷ്യൂ ദ്രവവും ലിംഫും നോക്കാം. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുന്ന സമയത്ത് രോമികാഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് കേട്ടോ. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? പദാർത്ഥങ്ങളെ സംവഹിക്കുന്നത്. അപ്പൊ എന്താണ് ടിഷ്യൂ ദ്രവം? ലോമിക ഉണ്ടല്ലോ,
ധമനികള്, ലോമികകള്, സിരകളുണ്ട്. ഈ ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ലോമികയിൽ ഭിത്തി ഉണ്ടാകുമല്ലോ, ലോമിക ഭിത്തി ഉണ്ടല്ലോ. ആ ലോമിക ഭിത്തിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകും. ആ ചെറിയ സുഷിരങ്ങളിലൂടെ എന്ത് ചെയ്യാണ്? രക്തത്തിലെ ദ്രാവക ഭാഗം എന്ത് ചെയ്യും? കോശങ്ങൾക്കിടയിലൂടെ ഊറിയിറങ്ങുന്നു. ആ ദ്രാവക ഭാഗത്തെ പറയുന്ന പേരാണ് ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. ഇനി ലിംഫോ, ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമികകളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്? ലിംഫ്. ലിംഫിലൂടെയാണ് കൊഴുപ്പിന്റെ ദഹനഫലമായിട്ടുണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും. ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ? ADEK അല്ലെ? ADEK ഒക്കെ സംവഹനം ചെയ്യപ്പെടുന്നത് ഏതിലൂടെയാണ്? ലിംഫിലൂടെയാണ്. ഓക്കെയാണല്ലോ. ടിഷ്യൂ ദ്രവവും കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥങ്ങളെ സംവഹനം നടത്തുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ സംവഹനം നടക്കുന്നത് എവിടെയാണ്? ഏതിലാണ്? ലിംഫിലാണ് കേട്ടോ, ലിംഫിലാണ്. ഇനി ലിംഫ് വ്യവസ്ഥ നമുക്ക് നോക്കാം. ലിംഫ് വാഹി, സ്പ്ലീന്, ലിംഫ് നോഡ്. ലിംഫ് വാഹികള്, ലിംഫ് നോഡുകള്, സ്പ്ലീന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ. പഠിച്ചോട്ടാ. ലിംഫ് വ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ട്? ലിംഫ് വ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ട്? ലിംഫ് വാഹി, ലിംഫ് നോഡ്, സ്പ്ലീന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി. പഠിച്ചോ? ലിംഫ് വ്യവസ്ഥയിൽ എന്തൊക്കെയാണ്? ലിംഫ് വാഹി, ലിംഫ് നോഡ്, സ്പ്ലീൻ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി. ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ലിംഫിൽ എന്തില്ല? RBC ഇല്ല. ലിംഫിൽ എന്തില്ല? RBC ഇല്ല. പിന്നെയോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ ഇല്ല. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തില് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ലിംഫ് വ്യവസ്ഥ എന്ന് മനസ്സിലായോ? ഇനി നമുക്ക് ധമനി എന്താണ്, ലോമിക എന്താണ്, സിര എന്താണ്? നമുക്ക് ഫസ്റ്റ് ആർട്ടറിയെ കുറിച്ച് പഠിക്കാൻ. ധമനി എന്താണ്? കട്ടിക്കൂടിയ പിക്ചർ ഒന്ന് നോട്ട് വെച്ചോട്ടാ. കട്ടികൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി. രക്തം ഉയർന്ന സമ്മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. അപ്പൊ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നത് ആരാണ്? ധമനിയാണ്. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നത് ധമനിയാണ്. ധമനിയുടെ പ്രത്യേകത നല്ല കട്ടിയാണ്, ഭിത്തി നല്ല ഇലാസ്തികതയാണ്. രക്തം എന്ന് പറയുന്നത് ഉയർന്ന മർദ്ദത്തിലും എന്ത് ചെയ്യും? കാരണം നല്ല കട്ടിയല്ലേ, നല്ല ഇലാസ്തികതയുള്ള ഭിത്തിയല്ലേ. അപ്പൊ രക്തം എന്ത് ചെയ്യാം? ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒക്കെ ഒഴുകുന്നു. ഇനി കാപ്പിലറി എന്താണ്? ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ് അല്ലെ. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. രക്തം കുറഞ്ഞ മർദ്ദത്തിൽ. കാരണം ഇവിടെ ഭിത്തി എന്ന് പറയുമ്പോൾ എന്താണ്? ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ്. അത്രത്തോളം കട്ടിയുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ബ്ലഡ് എന്ത് ചെയ്താൽ മതി? കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും മാത്രമേ ഒഴുകുന്നുള്ളൂ. സിര എന്താണ്? കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. വാൽവുകൾ കാണപ്പെടുന്നു. ശ്രദ്ധിച്ചോട്ടാ. വാൽവുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സിരകളിലാണ്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നത് ധമനിയാണെങ്കിൽ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നത് ആരാണ്? സിരയാണ് കേട്ടോ. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നത്, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് രക്തം വഹിക്കുന്നത് ആരാണ്? സിരയാണ്. എന്നാൽ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വഹിക്കുന്നത് ആരാണ്? ധമനിയാണ്. ഓക്കെ. ഇനി നമുക്ക് പോർട്ടൽ വെയിൻസിനെ കുറിച്ച് നോക്കാം. പോർട്ടൽ സിരകൾ എന്താണ്? പോർട്ടൽ സിരകള് നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഓരോ ലെസൺ പറയുമ്പോൾ നമുക്കറിയാം ആകെ 3 ലെസണേ ഉള്ളൂ ബയോളജിയില്. നമുക്ക് 9th പഠിക്കാൻ. പക്ഷെ നമുക്ക് ഓരോ വരിയും എന്താണ്? അതിലെല്ലാം പഠിക്കേണ്ട വരിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? പകുതി നിങ്ങൾക്ക് ഒരേ ഇരുപ്പിൽ തന്നെ അങ്ങോട്ട് ഇരുന്ന് കാണാതെ പകുതി പഠിക്കുക കേട്ടോ. ആദ്യം വീഡിയോ എടുക്കുക, പകുതി എടുത്തിട്ട് നന്നായിട്ട് പകുതി ഭാഗങ്ങൾ ഒരു അരമണിക്കൂർ ആദ്യം കാണുക. ആ അരമണിക്കൂർ നന്നായിട്ട് പഠിച്ച് ഇന്നതെന്ന് ഞാൻ സെക്ഷൻ തിരിച്ചു തരുന്നില്ലേ. അല്ലാതെ ഇരുന്ന് ലെസൺ വായിക്കുന്ന പരിപാടി ഇല്ലല്ലോ. അപ്പൊ അത് വായിച്ച് മനസ്സിലാക്കി അത് ഉറപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് ഇടവേളയൊക്കെ കൊടുത്ത് ബ്രെയിനിനൊക്കെ ഒന്ന് തണുപ്പിച്ച ശേഷം വീണ്ടും എന്ത് ചെയ്യാം? ബാക്കിയുള്ള അരമണിക്കൂർ സമയം, ഇപ്പൊ ഏകദേശം 1 മണിക്കൂറാണല്ലോ, കൂടുതലാണല്ലോ വീഡിയോ ഉണ്ടാവുക. അപ്പൊ ബാക്കിയുള്ള അരമണിക്കൂർ എന്ത് ചെയ്യുക? ഒരു 10 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം ബാക്കി അരമണിക്കൂർ കണ്ടില്ല. അത് ഇരുപ്പ് തന്നെ കണ്ടു കഴിഞ്ഞാൽ ബയോളജിയാണ്. നമുക്ക് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ജാതി മടുപ്പാണ്. കേട്ടിട്ടാവുമ്പോ അപ്പൊ പഠിക്കുന്നവർക്കും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ.
ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് എന്ത് ചെയ്യും? രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കും. ഇത്തരം സിരകളാണ് ഇത് പോർട്ടൽ സിര. അപ്പൊ ചില സിരകൾ എന്താണ്? ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കില്ല. ചില സിരകൾ എന്ത് ചെയ്യും? ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സിരകളല്ലേ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതാണ് ആര്? ഹൃദയത്തിൽ നിന്നുള്ള രക്തം പുറത്തേക്ക് എത്തിക്കുന്നത് ആരാണ്? ധമനിയാണ്. എന്നാൽ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് എന്താണ്? സിരയാണ്. അപ്പൊ അങ്ങനെ ചില സിരകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കും. എന്നാൽ ചില സിരകൾ എന്ത് ചെയ്യില്ല? നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം ഒരു അവയവത്തിൽ നിന്ന് മറ്റവയവത്തിലേക്ക് വഴിയാണ് എന്ത് ചെയ്യുക? ഈ രക്തം എത്തിക്കുക ഹൃദയത്തിലേക്ക്. അങ്ങനെ അത്തരം സിരകളെ പറയുന്നതാണ് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിന് ഉദാഹരണമാണ്. അപ്പൊ പോർട്ടൽ സിരയ്ക്ക് ഉദാഹരണം ഏതാണ്? ഹെപ്പാറ്റിക് കേട്ടോ. പോർട്ടൽ സിരയ്ക്ക് ഉദാഹരണമാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിര. ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്താണ് ചെയ്യുന്നത്? ചെറുകുടലിൽ നിന്ന് കേട്ടോ, ചെറുകുടലിൽ നിന്ന് എന്ത് ചെയ്യും? ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്നു കേട്ടോ, കരളില് എത്തിക്കുന്നു. ഇനി ഇവിടെ മഹാസിരയുണ്ട്. ഇപ്പൊ നമ്മള് സിരകൾ പറഞ്ഞു. ഇനി അതിൽ തന്നെ മഹാസിര കണ്ടോ, ഹെപ്പാറ്റിക് സിര, പോർട്ടൽ സിര ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാ? നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. കരളിൽ നിന്നും പോഷക ഘടകങ്ങൾ അടങ്ങിയ രക്തം ഹെപ്പാറ്റിക് സിര വഴി എവിടെ എത്തുന്നു? ഹൃദയത്തിലേക്ക് എത്തുന്നു അല്ലെ. സിരകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ചില സിരകൾ നേരിട്ട് ഹൃദയത്തിലേക്ക് എത്തിക്കും, ചില സിരകൾ എന്ത് ചെയ്യാം? അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് എത്തിക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ ഹെപ്പാറ്റിക് സിര എന്ന് പറയും അല്ലെ. ഹെപ്പാറ്റിക് സിര കണ്ടോ, ഹെപ്പാറ്റിക് സിര കരളിൽ നിന്ന് പോഷക ഘടകങ്ങൾ അടങ്ങിയ രക്തം ഹെപ്പാറ്റിക് സിര വഴി ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു. ഇനി പോർട്ടൽ സിര എന്താണ് ചെയ്യുന്നത്? പോർട്ടൽ സിര നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോഷക ഘടകങ്ങൾ വില്ലസിലെ രക്തലോമികകളിൽ നിന്ന് പോർട്ടൽ സിര വഴി കരളിലെത്തുന്നു. പോഷക ഘടകങ്ങൾ വില്ലസിലെ വിരൽ പോലെ കാണപ്പെടുന്ന, ചെറുകുടലില് വിരൽ പോലെ കാണപ്പെടുന്നതല്ലേ വില്ലസ്, ആ വില്ലസിലെ രക്തലോമികകളിൽ നിന്ന് പോർട്ടൽ സിര വഴി കരളില് എത്തിക്കുന്നു. ഇനി ചെറു ലിംഫ് വാഹികളിൽ നിന്നും വലിയ ലിംഫ് വാഹികളിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നു. പിന്നെ പോഷകഘടകങ്ങൾ വില്ലസിലെ ലാക്റ്റിയിലൂടെ ചെറു ലിംഫ് വാഹികളിലേക്ക് എത്തുന്നു. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഇവിടെ സൂചനകൾ തന്നിട്ടുണ്ട് കണ്ടോ. ഈ 5, 3, 6 സൂചന തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാ? ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടോ, ഫാറ്റി ആസിഡ്, ഇവിടെ ഗ്ലിസറോൾ കണ്ടോ, ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ഇങ്ങനെ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇത് എങ്ങനെയാണ് ഇവിടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് കണ്ടോ. ഇവിടെ നമ്മൾ പോഷക ഘടകങ്ങൾ കൊടുക്കുക, ഗ്ലൂക്കോസ്, ഫ്രക്ടോസോ ഗാലക്ടോസോ ഏതെങ്കിലും കൊടുക്കുക. വില്ലസിലെ രക്തലോമികകൾ വഴി എന്ത് ചെയ്യുന്നു? ഇവിടെ കരളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക കേട്ടോ. കരളിലേക്ക് എത്തുന്നത് കണ്ടോ. അത് എന്ത് ചെയ്യാ? ഇത് ഇങ്ങനെ ഈ ഭാഗങ്ങള് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഹൃദയത്തെ കുറിച്ച് നോക്കാം. എങ്ങനെയാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്? ആ ഒരു സാക്ഷ്യത്തിൽ പ്രീവിയസ് ആണ്. ആ ഒരു സാക്ഷ്യത്തിൽ അല്പം ഇടത്തോട്ട് ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ്. ഇടത്തോട്ടാണ് കേട്ടോ, വലത്തോട്ടല്ല. ഹൃദയം എവിടെയാണ്? ആ ഒരു സാക്ഷ്യത്തിൽ അല്പം ഇടത്തോട്ട് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ് ഹൃദയം. നോക്കിക്കേ, സ്റ്റേർണം, വാരിയല്, നട്ടെല്ല് കണ്ടോ. ഇതില് ഹൃദയത്തെ, പെരികാർഡിയം നമുക്ക് പഠിക്കാം. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. കണ്ടോ, പൊതിഞ്ഞ് കാണുന്ന ഈ പെരികാർഡിയത്തിന്റെ പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ? ഈ സ്ഥലങ്ങൾക്കിടയിൽ ഏത് സ്ഥലങ്ങൾക്കിടയിൽ? പെരികാർഡിയം. ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിൽ പെരികാർഡിയൽ ദ്രവം എന്ത് ചെയ്യുന്നു? ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അപ്പൊ ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ദ്രവം ഏതാണ്? പെരികാർഡിയൽ ദ്രവമാണ്. ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കാനും ഏത് സഹായിക്കുന്നു? പെരികാർഡിയൽ ദ്രവം സഹായിക്കുന്നു. അപ്പൊ അത്രത്തോളം എന്തുണ്ട്? ഇമ്പോർട്ടന്റ് പെരികാർഡിയത്തിനുണ്ട്. അപ്പൊ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഈ പെരികാർഡിയത്തിന്റെ ഇരട്ട സ്ഥലം പറയുമ്പോൾ ആ 2 സ്ഥലങ്ങൾക്കിടയിൽ എന്തുണ്ട്? പെരികാർഡിയൽ ദ്രവമുണ്ട്. ആ ദ്രവം നമ്മുടെ ഹൃദയത്തിന്റെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ആ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന സമയം നമ്മളിപ്പോ
ഹൃദയസ്പന്ദനം മൂലം അല്ലെ, ഹൃദയം സ്പന്ദിക്കുന്നത് മൂലം സ്ഥലങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാണ്, ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി ഇവിടെ ഹാർട്ടിന്റെ ഭാഗമായിട്ട് കുറെ തന്നിട്ടുണ്ട്. ഊർധ്വമഹാസിര, സെമി ലൂണാർ വാൽവ്, ട്രൈക്കാസ്പീഡ് വാൽവ്, അധോ മഹാസിര, മഹാധമനി, ശ്വാസകോശധമനി, ശ്വാസകോശസിര, ബൈക്കാസ്പീഡ് വാൽവ്. ഇതൊക്കെ എന്ത് ചെയ്യണം, എന്തൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഇതിന് നോക്കിക്കേ. ഹൃദയ അറകള്, വലത് ഏട്രിയം, ഹൃദയത്തിന്റെ വലത് ഏട്രിയം ഏതാണ്, ആണ്. കണ്ടോ, ഇതാണ് എന്ത് പറയുന്നത്, വലത് ഏട്രിയം. കണ്ടോ, അതേപോലെ ബി നോക്കൂ, ബി ആണ് ഇത് ഇടത് ഏട്രിയം. ഇനി സിയോ, വലത് വെൻട്രിക്കിൾ. വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ. ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. ഇനി ഒരു കാർഡിയാക് സൈക്കിൾ തന്നിട്ടില്ല. ഒരു ഹൃദയസ്പന്ദനം എങ്ങനെയാണ് നോക്കൂ. വെൻട്രിക്കുലർ സിസ്റ്റോൾ, ജോയിന്റ് ഡയസ്റ്റോൾ, ഏട്രിയൽ ഡിസ്റ്റോൾ. കണ്ടോ, ഒരു കാർഡിയാക്, ഒരു ഹൃദയത്തിന്റെ ഒരു ചക്രമാണ്, ഒരു സൈക്കിളാണ് തന്നിരിക്കുന്നത്. നോക്കാം. ഹൃദയപേശികളുടെ താളാത്മകമായ സങ്കോചവും പൂർവസ്ഥിതി പ്രാപിക്കലുമാണ് ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത് എന്താണ്, നമ്മുടെ ഹൃദയം പറഞ്ഞു പേശികളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു സാക്ഷ്യത്തിന് ഇടതുഭാഗത്തായിട്ട് പേശികളാൽ നിർമ്മിതമായതാണ് നമ്മുടെ ഹൃദയം പറഞ്ഞു. ആ ഹൃദയത്തിലെ പേശികളുടെ താളാത്മകമായ സങ്കോചിക്കും, വീണ്ടും അത് എന്ത് ചെയ്യും, പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ ആ സങ്കോചങ്ങളും അതിന് പൂർവസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവുമാണ് എന്ത് ചെയ്യുന്നത്, ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്, വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡാണ്. അപ്പൊ ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്, SA നോഡാണ്. SA നോഡാണ്. ഇത് എന്ത് അറിയപ്പെടുന്നു, മറ്റൊരു പേരാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ SA നോഡ് കാണപ്പെടുന്നത് എവിടെ, SA നോഡ്. ചോദ്യം എങ്ങനെ വരും, ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതു ഭാഗം, SA നോഡ് കാണപ്പെടുന്നത് എവിടെയാണ്, എന്നിട്ട് 4 ഓരോ ഓപ്ഷൻ. വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കൽ, ഇടത് വെൻട്രിക്കൽ. വെൻട്രിക്കലും ഏട്രിയവും ഒക്കെ കൂടി ചിന്തിച്ചതാവും അല്ലെ. എവിടെയാണ്, വലത് ഏട്രിയത്തിലാണ്. വലത് ഏട്രിയത്തിലാണ് ഏത് കാണപ്പെടുന്നത്, SA നോഡ് കാണപ്പെടുന്നത്. എന്താണ് SA നോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ അറകൾ ഉണ്ട് അല്ലെ. ആ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് SA നോഡാണ്. SA നോഡ് കാണപ്പെടുന്നത് എവിടെയാണ്, വലത് ഏട്രിയത്തിലാണ്. SA നോഡിന്റെ മറ്റൊരു പേരാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. ഇനി എന്താണ്, നമുക്ക് ഇലക്ട്രോ കാർഡിയോഗ്രാം നോക്കാം. എന്താണ്, ECG ലെ ഹൃദയസ്പന്ദന നിരക്ക് നോക്കാനാണ് ഇത് ECG. ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഹൃദയഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങൾ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്നതാണ് ECG. ECGയുടെ പഠിക്കുക. ഇതും ചോദിച്ചിട്ടുണ്ട്. ECG എന്തിനാണ് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ്, ഹൃദയഭിത്തിയിലുള്ള വൈദ്യുത തരംഗങ്ങളെ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കാൻ. ECGയുടെ ഫുൾ ഫോം പഠിച്ചോ, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. ECG പരിശോധിച്ചാൽ എന്ത് ചെയ്യാം, ഹൃദയത്തിന്റെ പ്രവർത്തന വൈകല്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ. ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഒന്ന് ECG എടുക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഇനി എന്താണ് പൾസ്, നമുക്കറിയാം. ഈ ഹാൻഡ് ഒന്ന് നോക്കിക്കേ, നമുക്കറിയാം. പെട്ടെന്ന് ഡോക്ടേഴ്സ് ആദ്യം പോണ സമയത്ത് നമുക്കറിയാം, ഒരു നല്ല സീരിയസ് ആയിട്ട് പോണ സമയത്ത് അവർ ആദ്യം എന്ത് ചെയ്യും, പൾസ് നോക്കും. ഡോക്ടർമാർ രോഗികളുടെ കൈത്തണ്ട ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പരിശോധിക്കും അല്ലെ. നമ്മൾക്ക് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് നോക്കാറുണ്ടോ, അങ്ങനെ നോക്കാറുണ്ടോ, എങ്ങനെയാണ് നോക്കുക, നിങ്ങൾ നമ്മുടെ വലത് കയ്യില് ചൂണ്ടുവിരലും നടുവിരലും എന്ത് ചെയ്യാ, ഇടത് കൈത്തണ്ടയില് അമർത്തിപ്പിടിക്കണം. ഇടത് ഹാൻഡിലാണ് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഇനി എന്താണ് BP നോക്കാം. രക്തസമ്മർദ്ദം. ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് BP. ഇപ്പൊ എല്ലാവരും പറയും എനിക്ക് BP ഉണ്ട്, നിങ്ങൾക്ക് BP ഉണ്ടോ. ആദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്, എവിടെയെങ്കിലും ഒരു കണ്ടുമുട്ടൽ കഴിഞ്ഞു വിശേഷങ്ങൾ ചോദിച്ചു, അപ്പൊ പറയാം നിങ്ങൾക്ക് ഒരു അസുഖം എന്തെങ്കിലും ഉണ്ടോ, മരുന്ന് കഴിക്കണ്ടോ ചോദിക്കും അല്ലെ. എന്നിട്ട് ആദ്യം ചോദിക്കുന്നത് എന്താണ്, BP ഉണ്ടോ, പ്രഷർ ഉണ്ടോ, അല്ലെ, എന്താണ് പ്രമേഹം ഉണ്ടോ, ഷുഗർ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത് അല്ലെ.
അപ്പൊ എന്താണ് ഈ ബി പി എന്ന് പറയുന്നത്, എന്താണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ബി പി അനുഭവപ്പെടുക, അതൊന്ന് മനസ്സിലാക്കിക്കോ. നമ്മുടെ ഹൃദയം സങ്കോചിക്കും, പിന്നെ എന്ത് ചെയ്യും, വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കും. ആ സമയത്ത് സങ്കോചിക്കുന്ന സമയത്തും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും എന്തിൽ അനുഭവപ്പെടുന്നത്, ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണിത് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ മനസ്സിലായ രക്തസമ്മർദ്ദം? അതായത് നമ്മൾ പറയും അയ്യോ ടെൻഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നോക്കിക്കേ. നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, പലതരം പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ടല്ലേ. ആ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബി പി കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഹൃദയം സങ്കോചിക്കുമ്പോഴും വിശ്രമാവസ്ഥയിൽ എത്തുമ്പോഴും ഒരേ മർദ്ദമായിരിക്കുമോ എന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. നോക്കൂ, ഹൃദയത്തിലെ പ്രവർത്തനമാണല്ലേ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. സിസ്റ്റോളില് രക്തത്തിന്റെ പ്രവാഹം ദിശ എത്രയായിരിക്കും, 70 മില്ലി രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടും കേട്ടോ. സിസ്റ്റോളിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത് ഏകദേശം എത്രയാണ്, 70 മില്ലി രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഡയസ്റ്റോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്ന സമയത്ത് ഏകദേശം 70 മില്ലി രക്തം ഹൃദയത്തിനുള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, പ്രവേശിക്കുന്നു കേട്ടോ. ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത് 70 മില്ലി രക്തം, ഹൃദയം സങ്കോചിക്കുമ്പോ എന്താണ്, സങ്കോചിക്കുന്ന സമയത്ത് ഹൃദയത്തിനുള്ളിലേക്ക് രക്തം പോകുമോ, സങ്കോചിക്കുന്ന സമയത്ത് അല്ല അല്ലെ. അപ്പൊ ധമനികളിലേക്ക് എന്ത് ചെയ്യും, രക്തം പമ്പ് ചെയ്യപ്പെടും. എത്ര, 70 മില്ലി രക്തം. എന്നാൽ ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ എന്ത് ചെയ്യും, ഹൃദയത്തിനുള്ളിലേക്ക് രക്തം പോകും അല്ലെ. ആ സമയത്ത് എത്രയാണ്, 70 മില്ലി രക്തമാണ് ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ. രണ്ടും എത്രയാണ്, 70 മില്ലി രക്തം. അപ്പൊ അവിടെ സങ്കോചമാണോ പൂർവ്വസ്ഥിതിയാണോ എന്ന് നോക്കുക, അവിടെ സിസ്റ്റോൾ ആണോ അവിടെ ഡയസ്റ്റോൾ ആണോ നോക്കുക. അപ്പൊ സിസ്റ്റോൾ പറയുമ്പോൾ ഹൃദയം സങ്കോചം, ഡയസ്റ്റോൾ പറയുമ്പോൾ എന്താണ്, ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതാണ്. ഇനി അപ്പോ ധമനിയിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയായിരിക്കും, 120. സിസ്റ്റോളില് 120, ഡയസ്റ്റോൾ 80 ഡയസ്റ്റോൾ തിരിച്ചല്ലേ, അപ്പൊ എന്ത് ചെയ്യുക, കുറയ്ക്കുക കേട്ടോ. സിസ്റ്റോള് 120, ഡയസ്റ്റോള് 80. സിസ്റ്റോളിക് പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ആണ്. ഈ രണ്ട് മർദ്ദങ്ങളും ചേർന്നാണ് ഒരാളുടെ രക്തസമ്മർദ്ദം. ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്, 120/80 mmHg ആണ്. എത്രയാണ്, 120/80 mm. ആരോഗ്യവാനായ 120/80/120 എന്നൊക്കെ തരും കേട്ടോ, തിരിച്ചു മറിച്ചൊക്കെ തരും. 120/80 mmHg. രക്തസമ്മർദ്ദം ഈ അളവിൽ നിന്നും കൂടുന്നത് അല്ലെ, 120/80 കൂടിയാൽ ഹൈപ്പർ ടെൻഷനും, കുറഞ്ഞാലോ ഹൈപ്പോടെൻഷൻ. ഇനി ദ്വിപരേയനം നോക്കാം. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് രക്തം വീണ്ടും അതേ ഭാഗത്ത് എത്തുന്നതിനിടയിൽ എത്ര തവണ ഹൃദയത്തിലൂടെ കയറിയിറങ്ങുന്നുണ്ട്, എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഒരിടത്തിൽ നിന്നും ഒരിടത്ത് രക്തം എത്തുമ്പോൾ പല തവണ എന്ത് ചെയ്യും, ഹൃദയത്തിലൂടെ രക്തം എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഇപ്പൊ അവിടെ നോക്കാം, പൾമണറി പര്യയനം നോക്കിക്കോ. പൾമണറി ദ്വിപര്യയനം പറഞ്ഞാൽ ഏതൊക്കെയാണ്, രണ്ട് പര്യയനങ്ങള്, ഒന്ന് പൾമണറി പര്യയനം, രണ്ട് സിസ്റ്റമിക് പര്യയനം. പൾമണറി പര്യയനം നോക്കാം, ശ്വാസകോശ ധമനി, പിന്നെ എന്ത് ചെയ്യുന്നു, ശ്വാസകോശത്തിലേക്ക്, പിന്നീട് ശ്വാസകോശ ശരിയിലേക്ക്, വീണ്ടും എന്ത് ചെയ്യുന്നു, ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നു. സിസ്റ്റമിക് പര്യയനത്തിൽ എങ്ങനെയാണ് നോക്കൂ, ഊർധ്വമഹാശിര വഴി അധോമഹാശിര വഴി എത്തി, വീണ്ടും ഹൃദയത്തിലേക്ക് എത്തി, ഹൃദയത്തിൽ നിന്ന് വീണ്ടും മഹാധമനി വഴി വീണ്ടും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു, വീണ്ടും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വീണ്ടും കണ്ടോ കറങ്ങി തിരിച്ച് വീണ്ടും പലതവണ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ദ്വിപര്യയനം, ഹാർട്ടിലുള്ള രണ്ട് പര്യയനങ്ങളാണ്, ഒന്ന് പൾമണറി പര്യയനം, സിസ്റ്റമിക് പര്യയനം. പൾമണറി പര്യയനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ശ്വാസകോശ ധമനി, ശ്വാസകോശം, ശ്വാസകോശ സ്ഥിര. പഠിച്ചോ, പൾമണറിയിലാണ് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത് മുഴുവൻ ഏതാണ്, പൾമണറി പര്യയനത്തിലാണ്. ശ്വാസകോശ ധമനി, ശ്വാസകോശം, ശ്വാസകോശ സ്ഥിര. ഇനി സിസ്റ്റമിക്കിലാണ് ഊർധ്വമഹാശിര, അധോമഹാശിര, മഹാധമനി. ഇതൊക്കെ ഏതിലാണ്, സിസ്റ്റമിക് പര്യയനത്തിലാണ്. സിസ്റ്റമിക് പര്യയനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച, എനിക്ക് ഏറ്റവും ബയോളജിയിൽ ഞാൻ എന്തും പഠിക്കും കേട്ടോ, ബയോളജിയിൽ എല്ലാം പഠിക്കും, കോശങ്ങളോ ഏത് വേണമെങ്കിലും ബയോളജിത്തെ പഠിക്കാം. പക്ഷെ ഇവിടെ ഇടതും വലതും എനിക്ക് തന്നെ പുകയാറുണ്ട്. അപ്പൊ എന്തെങ്കിലും എന്ത് ചെയ്യാ, ജസ്റ്റ് ബയോളജിയൊക്കെ നല്ല സയൻസ് ഒക്കെ എടുത്തവരൊക്കെ അങ്ങനെ കലക്കുന്നുണ്ടാവും അല്ലേ, പക്ഷെ അല്ലാത്തവരെന്ത് ചെയ്യും, ഇതൊക്കെ എത്തുമ്പോൾ നല്ല കഷ്ടമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യങ്ങളും പഠിച്ചു വെക്കുക, ഒരു കാര്യം പഠിച്ചു വെക്കുക, രണ്ടും കൂടി ഒപ്പം അങ്ങോട്ട് പഠിച്ചിട്ട് പോയാൽ എന്താണ്, കൺഫ്യൂഷൻ ആകും. അപ്പൊ ഒന്ന് നല്ലോണം ബൈഹാർട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ ഇന്ന് ആൻസർ ഒക്കെ എടുക്കാം. സിസ്റ്റമിക് പര്യയനം നോക്കിയേ, ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ചിട്ട് വലത്ത് ഏട്രിയത്തിൽ, അത് ഇടത്തെ വെൻട്രിക്കിൾ ആരംഭിച്ചിട്ട് വലത് വെൻട്രിക്കിൾ അവസാനിക്കണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെ, നമുക്ക് വേഗം പഠിക്കാം. പക്ഷെ സിസ്റ്റമിക്കിൽ എങ്ങനെയാണ്, സിസ്റ്റമിക് പര്യയനത്തില്
ഇടത് വെൻട്രിക്കിളിൽ ആരംഭിച്ചിട്ട് ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങിയിട്ട് വലത് ഏട്രിയത്തില് എന്ത് ചെയ്യാം? പിന്നെ ഏട്രിയത്തിലും പൾമണറി പര്യനോ വലത് വെൻട്രിക്കിളിൽ ആരംഭിച്ചിട്ട് എന്ത് ചെയ്യും? ഇടത് ഏട്രിയത്തിലും അവസാനിക്കുന്നത്. അപ്പൊ ഒരു പര്യനം പഠിച്ചു വെക്കുക, ഒരു പര്യനം പഠിക്കുക. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് പഠിക്കുക? പൾമണറി പര്യനം എന്ന് പഠിക്കുക. അപ്പൊ പഠിച്ചത് ഏതാണെന്നുള്ളത് ആദ്യം ഓർമ്മ വരണം. സിസ്റ്റമിക് ആണോ പൾമണറി ആണോ എന്നുള്ളത് പഠിച്ചത് ആദ്യം ഓർമ്മ വരണം. അപ്പൊ സിസ്റ്റമിക് പര്യനം മാത്രം എന്ത് ചെയ്യുക? ആദ്യം പഠിക്കുക. പൾമണറി പര്യനം പഠിക്കണ്ട. അപ്പൊ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സിസ്റ്റമിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് പൾമണറി എന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. രണ്ടും കൂടി പഠിച്ചാൽ വലതും ഇടതും വെൻട്രിക്കിളും ഏട്രിയും ഒക്കെ എന്ത് ചെയ്യും? അവർക്കും ഇവർക്കും ഒക്കെ മാറ്റി ഇട്ട് കൊടുക്കും കേട്ടോ. ഹാർട്ടിന്റെ അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി അങ്ങോട്ട് മറിക്കും. അപ്പൊ അത് പഠിക്കണ്ട. സിസ്റ്റമിക് പര്യനം മാത്രം പഠിക്കുക. ഇടതിൽ നിന്ന് തുടങ്ങി നമ്മൾ എപ്പോഴും എങ്ങനെയാണ്? വലതിൽ നിന്ന് ഇടതേക്ക് വരുമോ? നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇടതിൽ നിന്നും വലതോട്ടല്ലേ നമ്മൾ എഴുതുന്നത്? അത് ചിന്തിക്കുക കേട്ടോ. ഇടതിൽ നിന്നും എന്ത് ചെയ്യുന്നു? വലതിലേക്ക് പോകുന്നു കേട്ടോ. ഇടതിൽ നിന്ന് വലതിലേക്ക് പോകുന്നു എന്ന് മാത്രം ചിന്തിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? സിസ്റ്റമിക് പര്യനത്തില് ഇത് കണ്ടോ? ഇവിടെ ഇടതും വന്നു, ഇവിടെ വലതും വന്നു. അതേപോലെ തന്നെ അതേ വാക്ക് തന്നെ മതി. ഇടതിൽ നിന്നാണ് വലതിട്ടാണ് എഴുതുന്നത് മനസ്സിലാക്കിയാൽ മതി. ഇടത് കണ്ടോ? ഇടതിൽ നിന്ന് നിന്നും വായിലേക്ക് എത്തി. അപ്പൊ പിന്നെ ഇവിടെ നമുക്ക് വലത് ഇവിടെ ഏട്രിന്ന് കൊടുക്കുക മാത്രമല്ലേ വേണ്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതുക പൾമണറി. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? വലത് അല്ലെ? ഇവിടെ വലത് വെൻട്രിക്കിൾ തുടങ്ങി, ഇവിടെ എന്ത് ചെയ്യാം? ഇടത്. കണ്ടോ? വലത് തുടങ്ങിയിട്ട് ഇടതേട്ട്. കണ്ടോ? അപ്പൊ മനസ്സിലായല്ലോ. ഇത്രേ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഞാൻ ഒറ്റന്നേ പഠിക്കാറുള്ളൂ. 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ എന്ത് ചെയ്യുന്നു? രക്തം കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ ഒരു പ്രാവശ്യം നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ, രക്തപര്യനം ഹൃദയത്തിലൂടെ ഒരു പ്രാവശ്യമാണോ കടന്നു പോകുന്നത്? അല്ല, ദ്വിപര്യനമാണ് അല്ലെ? അതാണ് ഏത് പറഞ്ഞത്? സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനം എന്ന് പറഞ്ഞത്. അതില് എങ്ങനെ എവിടെ നിന്നുള്ളത് സിസ്റ്റമിക് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. സിസ്റ്റമിക് പര്യനം എന്ത് പറയും? എങ്ങനെ പറയും? സിസ്റ്റമിക് പര്യനം 2 പര്യനം, സിസ്റ്റമിക്കും പിന്നെ പൾമണറി. അപ്പൊ നിങ്ങൾ ഏതാ പഠിക്കുന്നു? ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. സിസ്റ്റമിക് പര്യനം മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. സിസ്റ്റമിക് പര്യനം അപ്പൊ ഇടത് നിന്നും വലതോട്ടാണ് എഴുതുന്നത് എന്ന് പഠിക്കുക. അപ്പൊ ഇടത് എന്ത് ചെയ്യും? ഇടത് വെൻട്രിക്കിൾ കിട്ടാൻ എന്താണ്? ഇടത് നിന്നും വലതോട്ടല്ലേ? അപ്പൊ വാ എന്നുള്ള അക്ഷരം എടുക്കാം. ഇടത് വെൻട്രിക്കിളിൽ ആരംഭിച്ച് എന്ത് ചെയ്യും? വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു കേട്ടോ. അപ്പൊ പൾമണറി പര്യനം അതിന്റെ ഓപ്പോസിറ്റ്. ഇനി നമ്മുടെ ഹൃദയത്തിനെ കരുതലോടെ നമുക്ക് സംരക്ഷിക്കണം അല്ലേ? ലോക ഹൃദയ ദിനം എപ്പോഴാണ്? പ്രീവിയസ് ആണ്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. അപ്പൊ അടുത്ത എക്സാമിനൊക്കെ ഇവർക്ക് വേഗം ഈ ബുക്കുകൾ നോക്കുന്ന സമയത്ത് അന്ന് ഹൃദയ ദിനം ഒടുക്കിട്ടേ കൊണ്ട് തരും കേട്ടോ. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ ഹാർട്ടിനെയൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? ഹൃദ്രോഗികളുടെ ഹാർട്ട് അറ്റാക്ക് കൂടി വരികയാണല്ലേ? ഓരോരുത്തർക്കും എത്ര ഉഷാറായിട്ട് നമ്മൾ പകല് കണ്ടിട്ടുണ്ടാവും. നമുക്ക് പിറ്റേ ദിവസം ഒരു ബാഡ് ന്യൂസ് ആയിരിക്കും കേൾക്കാൻ, അറ്റാക്ക് വന്നു എന്ന് പറയും. അങ്ങനെ എന്താണ്? അനാരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, ഇതൊക്കെ എന്താണ്? ഹൃദയത്തിനെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്. നല്ല കൊഴുപ്പടങ്ങിയ ഭക്ഷണമൊന്നും അമിതമായിട്ട് കഴിക്കണ്ട കേട്ടോ. ധമനി ഭിത്തിയിൽ എന്ത് ചെയ്യും? കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടും കേട്ടോ. നല്ല രീതിയിൽ കൊഴുപ്പൊക്കെ കഴിച്ച് നമ്മുടെ ധമനിയിലെ ഭിത്തിയിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യും? ഇത് അതിറോസ്ക്ലെറോസിസ് എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു കേട്ടോ. അപ്പൊ ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന് കാരണമാകുന്ന ഏത് രോഗാവസ്ഥയാണ്? അതിറോസ്ക്ലെറോസിസ് പ്രീവിയസ് ആണ്. ഇതിന്റെ ഫലമായിട്ട് ഏത് ധമനിയില്? കൊറോണറി ധമനിയിലെ രക്തം കട്ടപിടിച്ച് കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥ ഉണ്ടാകുകയും അത് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതും എന്തിന് കാരണമാകുന്നു? സ്ട്രോക്കിന് കാരണമാകുന്നു. അപ്പൊ അതിന് കാരണമാകുന്നത് എന്താണ്? കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നതും ധമനി ഭിത്തിയിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിനും കാരണമാകും. ഇതൊക്കെ എന്താണ്? ഹാർട്ടിന് ദോഷമാണ്. ആ സമയത്ത് കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയെ പറയുന്ന രോഗമാണ് അതിറോസ്ക്ലെറോസിസ്. ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? കൊറോണറി ധമനിയില് രക്തം കട്ട പിടിച്ചിട്ട് ത്രോംബോസിസ് എന്ന അവസ്ഥ ഉണ്ടാകും. ഇത് എന്ത് ചെയ്യും? ത്രോംബോസിസ് എന്ത് ചെയ്യും? ഹൃദയത്തിന്റെ ആഘാതത്തിന് കാരണമാകുന്നു. പിന്നെ മസ്തിഷ്കത്തില് രക്തക്കുഴലിൽ ഉണ്ടാകുന്ന തടസ്സം, രക്തക്കുഴൽ പൊട്ടുന്നതൊക്കെ എന്താണ്? സ്ട്രോക്കിന് കാരണമാകുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൈലവും ഫ്ലോയവും. നമുക്ക് എന്താണ്? സസ്യങ്ങളിലുള്ള അല്ലെ സംവഹന കലകളാണ്. സസ്യങ്ങളിലെ സംവഹന കലകളുടെ മറ്റൊരു പേര് നമുക്ക് പഴയ SCRT പഠിക്കാറുണ്ട്. എന്താണ്? സങ്കീർണ
കലകൾ എന്നും ഏതറിയപ്പെടുന്നുണ്ട് സങ്കീർണ കലകൾ എന്നും സൈലവും ഫ്ലോയവും പഠിക്കാറുണ്ട്. ഇനി സൈലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ട്രക്കീഡുകള്, വെസൽസ്. ഫ്ലോയത്തിലോ സീവനാളികള്, സഹകോശങ്ങൾ. കണ്ടോ, ഇനി നോക്കിക്കേ, ട്രക്കീഡ് എന്താണ്? മൃതകോശങ്ങൾ ഇലകളുടെ ചെറുനരമ്പുകൾ രൂപപ്പെടുത്തുന്നു. മൃതകോശങ്ങൾ ഇലകളുടെ ചെറുനരമ്പുകൾ രൂപപ്പെടുത്തുന്നു. നീളമുള്ള സ്പിൻഡിൽ ആകൃതി ഉള്ളവ. കേട്ടോ, ട്രക്കീഡിനെ കുറിച്ച് പഠിച്ചോ. മൃതകോശങ്ങൾ എന്താണ്? ട്രക്കീഡ് എന്ന് പറയുന്നത് എന്താണ്? മൃതകോശങ്ങളാണ്. പിന്നെ ഇലകളുടെ ചെറുനരമ്പുകൾ, ഇലകളിൽ ചെറിയ ചെറിയ നരകളില്ലേ, അതൊക്കെ രൂപപ്പെടുത്തുന്നത് ആരാണ്? ട്രക്കീഡുകളാണ്. നീളമുള്ള സ്പിൻഡിൽ ആകൃതിയാണ്. എന്താണ് ട്രക്കീഡിന്റെ ആകൃതി? നീളമുള്ള സ്പിൻഡിൽ. നാളെ ട്രക്കീഡിനെ കുറിച്ചിട്ട് താഴെ തന്നിക്കുന്നത് ശരിയായവ തെറ്റായെന്ന് പറയുമ്പോൾ തെറ്റിക്കാൻ പാടില്ല കേട്ടോ. മൃതകോശങ്ങള് ഇലകളുടെ ചെറുനരമ്പുകൾ രൂപപ്പെടുത്തുന്നു, നീളമുള്ള സ്പിൻഡിൽ ആകൃതി. ഇനി വെസൽ എന്താണ്? മൃതകോശങ്ങൾ കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്നത് ഏതാണ്? വെസലാണ്. ഇനി സീവനാളി ഫ്ലോയത്തിൽ നോക്കൂ, ഒന്നിനു മുകളിൽ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അടുക്കി വെച്ചിരിക്കുന്നു. കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളുടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് ഏതിലൂടെയാണ്? സീവനാളിയിലൂടെയാണ്. ഇനി സഹകോശം നോക്കൂ, സീവനാളിയോടൊപ്പം ചേർന്ന് ആഹാര സംവഹനത്തിന് സഹായിക്കുന്നത് ഏതാണ്? സഹകോശമാണ് കേട്ടോ, സഹകോശമാണ്. അപ്പൊ സൈലത്തിലാണ് ട്രാക്കീഡ്, വെസല് പഠിക്കുക, ഫ്ലോയത്തിൽ സീവനാളി, സഹകോശങ്ങൾ പഠിക്കുക. ഇനി ജലസംവഹനം എങ്ങനെയാണ് സൈലത്തില് എന്ത് ചെയ്യുന്നത്? സംവഹനം നടക്കുന്ന സൈലം, ഫ്ലോയം. കണ്ടോ, ഈ ചെടികള് മനസ്സിൽ പിക്ചർ കാണുക. ഫ്ലോയം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? ഫ്ലോയം, ഫ്ലോ പറഞ്ഞ എന്താണ്? ഒഴുകുകയാണ് അല്ലെ, ഒഴുകുകയാണ്. എവിടെ നിന്നും ചെടികളിൽ നിന്നും താഴോട്ട്. എങ്ങനെയാണ് ഫ്ലോ? മുകളിൽ നിന്നും താഴോട്ടല്ലേ ഒഴുകുക? താഴെ നിന്നും മുകളിലോട്ട് ഒഴുകുമോ? ഇല്ല. അപ്പൊ ഫ്ലോ ആണ് ഒഴുകുക. അതിങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. മേലിൽ നിന്നും താഴോട്ട് ഒഴുകുന്നത്. സൈലം എന്താണ്? താഴെ നിന്നും മേലോട്ട് ഒഴുകുന്നതാണ് എന്ത്? സൈലം. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി സൈലത്തിലും ഫ്ലോയത്തിലും ഒക്കെ എങ്ങനെയാണ് ജലം സംവഹനം നടക്കുന്നത് നോക്കാം. സൈലം കുഴലുകളിൽ നിന്ന്, ഈ പിക്ചർ നന്നായിട്ട് നോക്കിക്കോ, സൈലം കുഴലുകളിൽ നിന്ന് ഓസ്മോസിസിലൂടെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടായിരുന്നു, ഓസ്മോസിസിലൂടെ ഇലകളിലെ കോശങ്ങളിൽ എത്തുന്ന സൈലം കുഴലുകളിൽ നിന്ന് ഓസ്മോസിസിലൂടെ എന്ത് ജലം? ഓസ്മോസിസിലൂടെ ഇലകളിലെ കോശങ്ങളിൽ എത്തുന്ന ജലം സസ്യസേചനം വഴി പുറത്തേക്ക് പോകുന്നു. ഇനി സസ്യസേചനത്തിലൂടെ ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് സൈലം കുഴലുകളിലൂടെയുള്ള ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. ജലതന്മാത്രകളുടെ അഡ്ഹീഷൻ വലകള് ഈ പ്രക്രിയയെ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഓസ്മോസിസ് മൂലം ജലം വേരിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. സൈലം കുഴലിലെത്തുന്ന ജലത്തിന്റെ ഉയർച്ചയ്ക്ക് റൂട്ട് പ്രഷർ ഒരു പരിധിവരെ സഹായിക്കുന്നു. അപ്പൊ അഡ്ഹീഷൻ തന്മാത്രകളും കൊഹീഷൻ തന്മാത്രകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൈലം കുഴലുകളിലൂടെയുള്ള ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ ഓസ്മോസിസ് മൂലം ജലത്തിന്റെ വേരിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ ഓരോ കാരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സൈലത്തില് ജലസംവഹനത്തിന് സഹായിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ആഹാര സംവഹനം? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെ സൂക്രോസിന്റെ രൂപത്തിൽ സീവനാളികളിലേക്ക് ഊർജം ഉപയോഗിച്ചിട്ട് കടത്തുന്നു അല്ലെ. ഒരേ സമയം ഗ്ലൂക്കോസ് രൂപത്തിൽ സംരക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അവ എന്ത് ചെയ്യുന്നു? സൂക്രോസിന്റെ രൂപത്തില് സീവ് നാളികളിലേക്ക് ഊർജം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കടത്തുന്നു. ഇനി സീവ് നാളികളിലെ സൂക്രോസിന്റെ ഉയർന്ന ഗാഢത അടുത്തുള്ള സൈലം കുഴലുകളിൽ നിന്ന് ജലം അവിടേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകുന്നു. ഈ ഊർജം ഉപയോഗിച്ചിട്ട് കടത്തി വിടുന്നത് ഈ ഘട്ടങ്ങളൊക്കെ ഒന്ന് പിക്ചർ വൈസ് ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? ഓർമ്മ കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതില് നമ്മുടെ പഴയ സ്റ്റേറ്റിൽ ഇത്ര സൈലം ഫ്ലോയും കിടക്കില്ല. ഇതില് നമുക്ക് അതിൽ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇതിലെന്താണ് ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് വായിച്ചിരിക്കേണ്ട അവസ്ഥ വരും. ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരുമ്പോൾ എന്താണ് നമ്മൾ അവിടെ ഒന്ന് കുഴയും. അപ്പൊ നന്നായിട്ട് മനസ്സിലെത്തിയിട്ട് എന്ത് ചെയ്യാം? ഒന്ന് വായിക്കുക കേട്ടോ. സീവ് നാളികകളിലെ സൂക്രോസിന്റെ ഉയർന്ന ഗാഢത അടുത്തുള്ള സൈലം കുഴലുകളിൽ നിന്ന് ജലം അവിടേക്ക് പ്രവേശിക്കുന്നതിന് കാരണം തന്മൂലമുണ്ടാകുന്ന ഉയർന്ന ടർഗർ പ്രഷർ സീവ് നാളികളിലൂടെയുള്ള സൂക്രോസിന്റെ സംവഹനം സാധ്യമാക്കുന്നു. കോശങ്ങളിലേക്കുള്ള സൂക്രോസിന്റെ പ്രവേശനം. അപ്പൊ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഇലകൾ എന്ത് ചെയ്യും?
ചെയ്യും? ഗ്ലൂക്കോസ് സംഭരിക്കപ്പെടും. ഗ്ലൂക്കോസിന് അതേ രൂപത്തിൽ സംഭരിപ്പിക്കപ്പെടും ഇല്ല, കാരണം പെട്ടെന്ന് ഗ്ലൂക്കോസ് അലിയും. അപ്പൊ പിന്നീട് സസ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് സൂക്രോസിന്റെ രൂപത്തിൽ എന്ത് ചെയ്യും? നമുക്കറിയാം അന്നജത്തിന്റെ രൂപത്തിലൊക്കെ സംരക്ഷിക്കുന്നത് നമ്മൾ പഠിക്കാറുണ്ട്. അങ്ങനെ സൂക്രോസിന്റെ രൂപത്തില് ഊർജം സീവ് നാളികളിലേക്ക് എന്ത് ചെയ്യാണ്? ഊർജം ഉപയോഗിച്ചിട്ട് അങ്ങനെ കടത്തി വിടുകയാണ്. പിന്നെ അങ്ങനെ സീവ് നാളിലൂടെ സൂക്രോസിന്റെ സംവഹനം സാധ്യമാകുന്നു. അങ്ങനെ കോശങ്ങളിലേക്കുള്ള സൂക്രോസിന്റെ പ്രവേശനം എന്താകുന്നു? സുഗമമാകും. അങ്ങനെയാണ് ആഹാര സംവഹനം. അങ്ങനെ നമ്മുടെ ബയോളജിയുടെ രണ്ടാമത്തെ ലെസൺ എന്ത് ചെയ്തു? കംപ്ലീറ്റഡ്. രണ്ടാമത്തെ ലെസൺ കംപ്ലീറ്റഡ്. നാളെ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ലെസണുമായിട്ട് നാളെ വരാം. അപ്പൊ അതുവരേക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ലെസൺ നന്നായിട്ട് പഠിക്കുക. ബാക്കി വെക്കരുത് കേട്ടോ, പെൻഡിങ് വെക്കരുത്. പെൻഡിങ് വെച്ചാൽ പണി കിട്ടും. നന്നായിട്ട് റിവിഷൻ ചെയ്തോ, നന്നായിട്ട് റിവിഷൻ ചെയ്തോ. ഞാൻ ബൈ ചാൻസ് ഒരു ദിവസം ക്ലാസ് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ക്ലാസ്സുകൾ എന്ത് ചെയ്യാം? വേഗം വേഗം പഠിച്ച് മാറ്റി അതൊരു നല്ലൊരു അവസരമായിട്ട് കണക്കാക്കണം. അയ്യോ ഇന്ന് ക്ലാസ് ഇട്ടില്ലല്ലോ, പിന്നെ ബാക്കത്തെ വേഗം ഒന്നും കൂടി റിവിഷൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വരണം. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെയിലി വേഗം വേഗം ക്ലാസ്സുകൾ ഇടണം. മൂന്നാമത്തെ ലെസൺ കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമുക്ക് വേഗം 7ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും സയൻസ് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. എന്നിട്ട് എന്തേ നോക്കട്ടെ, എനിക്കൊരു 9ാം ക്ലാസ്സിലെ ഫിസിക്സും കെമിസ്ട്രിയും കഴിഞ്ഞിട്ട് പോരേന്ന് ഒരു തോന്നലുണ്ട്. നോക്കട്ടെ, ഞാൻ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പൊ 9ാം ക്ലാസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ 5 7 സയൻസ് നമുക്ക് പാർട്ടായിട്ട് തിരിക്കില്ലല്ലോ, അതിൽ പിന്നെ ഒറ്റതായിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചെയ്താൽ നോക്കാം. നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ, എങ്ങനെ വേണ്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. പിന്നെ എന്താ പറയാനുള്ളത്? നിങ്ങൾ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ താഴെ ഞാൻ ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്? നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് OA ഒക്കെ ഉണ്ട്, എക്സാം OA LGS ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചോ. പുതിയ SAT നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ കുറെ പേര് ജില്ല ചോദിച്ചു, പാലക്കാടാണ് കേട്ടോ, പാലക്കാടാണ്. പിന്നെ ഞാൻ അവിടെ താഴെ കമന്റ് ചെയ്തിട്ട് കുറെ പേര് എന്റെ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പേര് ഷീജ ഗോപൻ ആണ് കേട്ടോ, ഷീജ ഗോപൻ. ഓക്കെ, നിങ്ങൾ പേര് കുറെ പേര് ചോദിച്ചു. പാലക്കാട് ജില്ലയിലാണ്. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണാൻ വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫോൺ നമ്പറൊക്കെ തരാം. ജോലി കിട്ടിയിട്ട് കുറച്ച് പേര് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ചാനലിൽ അതിന് ഒരു സഹായകമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിൽ വേണം. നമുക്ക് എന്താണ് ചാനലിൽ ഒരു സപ്പോർട്ട്, ഒരു കീർത്തി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? ഇതുവരെ ജോലി കിട്ടി എന്ന് പറയുന്നത്. അപ്പൊ പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണാൻ വരെ നന്ദി, നമസ്കാരം.